ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഒരു പൂവിൻ്റെ മോഹം പാർട്ട് 11. അപ്പോൾ ജയന്തേട്ടൻ അറിയാമോ ഹരിഗോവിന്ദനെ? നങ്ങേമ്മയ്ക്ക് അത്ഭുതമായി. ഒന്നും പറയരുത് എന്ന് അമ്മാമ്മയ്ക്കൊരു ആംഗ്യം നൽകാൻ താമര ആഗ്രഹിച്ചു. പക്ഷേ ജയന്തൻ നമ്പൂതിരി ആ ഭാഗത്തേക്ക് തിരിഞ്ഞതേയില്ല. പിന്നില്ലേ നമ്പൂതിരി വെറ്റിലക്കറ പുരണ്ട പല്ലുകൾ കാട്ടി. എൻ്റെ മൂത്ത കിടാവിനെ അയച്ചിരിക്കണത് ഹരിഗോവിന്ദന് ബന്ധമുള്ള ഒരു ഇല്ലത്തേക്കാ. ആ പെൺകൊടയ്ക്ക് ഇയാൾ വരികയും ചെയ്തിരുന്നു. ഹരിഗോവിന്ദനിൽ നിന്ന് ആശ്വാസത്തിൻ്റെ ഒരു നിശ്വാസം പൊഴിഞ്ഞു. അങ്ങനെയാച്ചാ ഹരിയെ താമരയ്ക്ക് മുൻപേ പരിചയം ഉണ്ടാവേണ്ടതല്ലേ? നങ്ങേമ ചോദിച്ചു. ഹരിക്ക് തിരിച്ചു. അതേ ഇപ്പം തമാശ. നമ്പൂതിരി വീണ്ടും ചിരിച്ചു. ആരേലും ഇല്ലത്ത് വന്നാൽ ഈ കുട്ടി അറിയണത് എങ്ങനെയാ? അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങില്ലേ അവൾ? വിശേഷ ദിവസമാച്ചാ അതിന് നേരം ഉണ്ടാവില്ല. ഹരിഗോവിന്ദന് താമരയുടെ അമ്മാമ്മയോട് നന്ദി തോന്നി. താമരയാണെങ്കിൽ എല്ലാം കേട്ട് ശ്വാസം നിലച്ചമിട്ട് നിൽക്കുകയായിരുന്നു. അമ്മാമ്മ യാത്ര പറഞ്ഞു പോയതോടെയാണ് അവൾക്ക് സമാധാനമായത്. എല്ലാം താമര കുഞ്ഞൂട്ടനെ അറിയിച്ചു. ഇതിലത്ര അതിശയമൊന്നുമില്ല, കുഞ്ഞൂട്ടൻ പറഞ്ഞു. ഹരി തനിക്ക് വേളി ആലോചിച്ച കാര്യം ഇനി ഇവിടെ വന്ന് പറയാൻ അദ്ദേഹത്തിനാവോ? ഒളിക്കാനല്ലേ അദ്ദേഹം ശ്രമിക്കൂ. വായിൽ വരുന്നതെല്ലാം വെട്ടി തുറന്ന് പറയണ ആളാ അമ്മാമ്മ, താമര അറിയിച്ചു. അതുകൊണ്ടാ ഞാൻ ഭയന്നതും. താൻ ഭയക്കണ്ട, കുഞ്ഞൂട്ടൻ ആശ്വസിപ്പിച്ചു. ആരെന്ത് പറഞ്ഞാലും തനിക്ക് ഞാനില്ലേ, പിന്നെന്തിനാ സത്യത്തെ ഇങ്ങനെ ഭയക്കണത്? താമര അതിന് മറുപടി പറഞ്ഞില്ല. എങ്കിലും ഹരിഗോവിന്ദൻ സോമയെ വേട്ട ശേഷം എന്തോ ഒരു അകാരണമായ ഭയം അവളെ പൊതിഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു യാദൃച്ഛിക നിമിഷത്തിൽ ഒരാപത്ത് തന്നെ വരിഞ്ഞു മുറുക്കിയേക്കുമെന്നും കുഞ്ഞൂട്ടേട്ടയുടെ സ്നേഹത്തിന് പോലും അപ്പോൾ തന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്നും. കുഞ്ഞൂട്ടൻ കഴിഞ്ഞാൽ കറുത്തേടത്ത് താമരയെ സ്നേഹിക്കുന്നവരായി 3 പേരേ ഉള്ളൂ. നങ്ങേമ്മയും സോമബാലയും ഭവദാസനും. ദാസൻ പക്ഷേ താമരയോട് മിണ്ടിയിട്ടുള്ളത് അപൂർവമാണ്. നേർക്ക് നേരെ വന്നാൽ ഒരു വാക്ക്, അല്ലെങ്കിൽ വെറും ഒരു പുഞ്ചിരി. എങ്കിലും ദാസന് തന്നോടൊരു പ്രത്യേക സ്നേഹവും ആദരവും ഉണ്ടെന്ന് താമരയ്ക്ക് അറിയാമായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് അവൾ ദാസനെ കണ്ടിരുന്നതും. നേരം പുലർന്നാൽ ദാസൻ തൊടിയിലും പാടത്തുമായിരിക്കും. പണിക്കാരോടൊപ്പം നിന്ന് ജോലി ചെയ്യും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇല്ലത്തെത്തും. രാവിലത്തെ കുളി കൂടാതെ പണി കഴിഞ്ഞെത്തിയാൽ ഉച്ചയ്ക്ക് ഒരു കുളി നിർബന്ധമാണ് അയാൾക്ക്. അന്ന് പ്രാതൽ കഴിക്കാൻ വൈകി. ഇല്ലത്തെത്തി മേൽ കഴുവാൻ കുളിപ്പുരയിൽ ചെന്നപ്പോഴാണ് വഴിവക്കലുള്ള കൽപ്പടവിൽ ആരോ കിടക്കണത് ദാസൻ കണ്ടത്. മുകളിൽ നിന്നേ ചിതറിക്കിടക്കുന്ന നീണ്ട മുടി കണ്ണിൽപ്പെട്ടു. താഴെ എത്തിയപ്പോഴാണ് ഭവദാസൻ നടുങ്ങിയത്. കൽപ്പടവിൽ മോഹാലസ്യപ്പെട്ട് കിടന്നിരുന്നത് താമരയായിരുന്നു. ഏട്ടത്തിയമ്മേ, താമരയുടെ അരികിലെത്തി ദാസൻ വിളിച്ചു. പിന്നെ കുളത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചു. താമരയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അടുത്ത നിമിഷം അവൾ കണ്ണുകളും തുറന്നു. ഏട്ടത്തിയമ്മേ, ദാസൻ വിളിച്ചു. പക്ഷെ ക്ഷീണം മൂലം താമരയ്ക്ക് കിടന്നെടുത്തുനിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ദാസൻ അവളെ കോരിയെടുത്തു. വടക്കേ കെട്ടിൻ്റെ തിണ്ണയിൽ കൊണ്ടുവന്ന് കിടത്തി. പരിചാരികമാർ അത് കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. നങ്ങേമ്മ വന്നു. ഒരിക്കൽ കൂടി താമരയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു. ഭവദാസൻ ചെന്ന് ഡോക്ടറെയും കൊണ്ടുവന്നു. ഗർഭാലസ്യമാണെന്ന് ഡോക്ടർ അറിയിച്ചു. വിളർച്ച നല്ലോണം ഉണ്ട്, സൂക്ഷിക്കണം. താമരയ്ക്ക് കഴിക്കാൻ പഴങ്ങളും പച്ചക്കറികളും നിർദ്ദേശിച്ചു. എന്തിനാ അവൾ കുളപ്പുരയിൽ ചെന്ന് വീണത്? ഉണ്ണിമായ ലതയോട് ചോദിച്ചു. അസത്ത്, ദാസനെയും കൂടി വശീകരിക്കാനാവും. ഗർഭം ഉണ്ടാകാത്ത പെണ്ണുങ്ങളാരാ എന്ന് വെച്ച് കാണുന്നിടത്തെല്ലാം കുഴഞ്ഞു വീഴുക. ഇതിപ്പോൾ എല്ലാവരെയും അറിയിക്കാനുള്ള അടവായിരുന്നു. ലത അതിനെ പിന്താങ്ങി. ആ കുനിഷ്ട് ഹരിഗോവിന്ദന്റെ കാതിലും എത്തി. വന്നപ്പോൾ തൊട്ടേ ഉണ്ണിയേട്ടത്തിക്കും ലതയേട്ടത്തിക്കും താമരേട്ടത്തി ഇഷ്ടമല്ല. സോമ അയാളോട് പറഞ്ഞു. താമരേട്ടത്തി പക്ഷേ പാവമാ. ഹരിഗോവിന്ദൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. സോമയുടെ ഉള്ളിൽ വല്ല ശങ്കയും മുളച്ചിട്ടുണ്ടോ എന്നാണ് അയാൾ ഭയന്നത്. തൻ്റെ മനസ്സ് ചികഞ്ഞെടുക്കാനുള്ള ശ്രമമാണെന്നും. എന്തേ ഹരിയേട്ടൻ ഒന്നും പറയാത്തത്? സോമ തിരക്കി. ഞാൻ എന്താ ഇപ്പോൾ പറയുക? ഹരിഗോവിന്ദൻ കൈമലർത്തി. ഇവിടെയുള്ളവരെ ഞാൻ പഠിച്ചു വരണതല്ലേ ഉള്ളൂ. സോമയ്ക്ക് സന്തോഷമായി. വടക്കേ കെട്ടിൽ അത്താഴം കഴിഞ്ഞൊരു ചതുരംഗ പതിവുണ്ട്. ദത്തനും നരഹരിയും നാട്ടിലെ മറ്റു ചില പ്രമാണികളും കൂടും. കുഞ്ഞൂട്ടനും ദാസനും അവിടേക്ക് കടക്കാറേയില്ല. എന്നാൽ ഹരിഗോവിന്ദൻ്റെ നത്തൻ അവിടേക്ക് വശീകരിച്ചു. ആണുങ്ങളായാൽ അസാരം നേരം പോക്കുകളൊക്കെ വേണം. ഇന്നിപ്പോൾ പെണ്ണുങ്ങൾ പോലും ഒഴിയാറില്ല. എൻ്റെ ഉണ്ണിമായൊക്കെ എന്തിനും കൂടും. സോമയും താൻ വിളിച്ചുകൊണ്ട് വരണം. ഞാൻ വിളിക്കില്ല, ഹരിഗോവിന്ദൻ പറഞ്ഞു. എന്ന് വെച്ച് ഞാൻ അവളെ തടയുകയുമില്ല. കുഞ്ഞൂട്ടനൊക്കെ തനി പകൽ മാന്യനാണ്. ഒരിക്കൽ ദത്തൻ പറഞ്ഞു. വർത്തമാനവും പെരുമാറ്റവും
ദൈവ അവതാരത്തിൻ്റെയും. പക്ഷേ അകമറിഞ്ഞാൽ നടുങ്ങും. അതെന്തേ അങ്ങനെ? ഹരിഗോവിന്ദൻ ആകാംക്ഷയായി. തന്നെ ഉപേക്ഷിച്ചു പോന്നവളാണ് താമര. കാൽമടമ്പ് കൊണ്ട് ചവിട്ടിയവൾ. അതിന് പോന്ന മോശത്തരമൊന്നും തന്നിൽ നിന്നുണ്ടായിട്ടുമില്ല. ഏത് പുരുഷനും തോന്നുന്ന തരം ഒരു ശങ്ക തോന്നി. ഒടുവിൽ മാപ്പു പറയുകയും ചെയ്തു. എന്നിട്ടും തന്നെ അവഗണിച്ചു പോയവൾ ചെന്ന് പെട്ടത് എവിടെയാണെന്ന് അറിയണമല്ലോ. കുഞ്ഞൂട്ടനൊരു ദാസ്യ പെണ്ണിനെ ചതിയാക്കിയിട്ടുണ്ട്. അവൾ കുളത്തിൽ ചാടി ചത്തു. ആ ശാപം അയാളെ വിട്ടുപോകില്ലല്ലോ. എന്നായാലും കന്യാശാപം ചെറുതല്ല. അസാരം നേരം പോക്കുകളില്ലായില്ലെങ്കിലും ഇതുപോലൊന്നും ഞങ്ങൾക്കാർക്കും ഏറ്റിട്ടില്ല. ഒരിക്കലൊരു ശിക്ഷ ഉറപ്പാ, ദത്തൻ പ്രഖ്യാപിച്ചു. അങ്ങനെയൊന്നുമില്ല, ഹരിഗോവിന്ദൻ പറഞ്ഞു. പാപപുണ്യങ്ങളെക്കാൾ യോഗങ്ങളാണ് മനുഷ്യനെ നയിക്കുന്നത്. ഇല്ലാച്ച കുഞ്ഞൂട്ടനൊരു കുലവധൂടിയെ പജ്ഞയെ കിട്ടുമോ? ദത്തൻ്റെ ഉള്ളു ചെയ്യാൻ ഹരിഗോവിന്ദൻ തൊട്ടടുത്ത ഒരു പ്രയോഗമായിരുന്നു അത്. ആഹാ, ചാരുദത്തൻ കുടഞ്ഞു ചിരിച്ചു. ആരാ ഈ കുലവധൂടി? കുഞ്ഞൂട്ടൻ്റെ വേളിയായ താമരയോ? എന്താ, നല്ല കുട്ടിയല്ലേ അത്? നല്ല കുട്ടി എന്ന് പറഞ്ഞത് സുന്ദരി എന്ന അർത്ഥത്തിലാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, ദത്തൻ പറഞ്ഞു. മറ്റെല്ലാം കണക്കാ. കുഞ്ഞൂട്ടൻ വേൾക്ക് മുമ്പേ അവളൊരു ആശുപത്രിയിൽ നേഴ്സായിരുന്നു. അക്കാലത്ത് ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടവ നേരാവണമെന്നില്ലല്ലോ. ഇല്ല, പക്ഷെ പെണ്ണുങ്ങളെ കണ്ടാൽ എനിക്കറിയാം. അതിലിത്തിരി വിരുദുണ്ടെന്ന് കൂട്ടിക്കോളൂ. മുഖം കണ്ട് ഒരു പെണ്ണിനെയും വിലയിരുത്തരുത്. താമര ശരിയല്ലെന്നാ ദത്തേട്ടൻ പറയണത്. ദത്തൻ അന്ന് അല്പം സേവിച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടാളും തനിച്ചു. ഹരിഗോവിന്ദൻ കൂടെ കൂടിയില്ലെങ്കിലും ഒഴിച്ചു കൊടുത്തുകൊണ്ട് കൂടെയിരുന്നു. കുഞ്ഞൂട്ടനെക്കുറിച്ച് അറിയാനായിരുന്നു അയാൾക്ക് ആകാംക്ഷ. താമരയോടുള്ള പകയായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അത് പകയോ സ്നേഹമോ എന്ന് ഹരിഗോവിന്ദന് വേർതിരിച്ചറിയാനും കഴിഞ്ഞില്ല. താമര മാത്രമല്ല, ഒരു പെണ്ണ് ശരിയല്ല, ദത്തൻ പറഞ്ഞു. തനിക്കറിയോ, ചീത്തപ്പേരിനെയാ പെണ്ണുങ്ങൾ ഭയക്കണത്, പുരുഷനെ അല്ല. എൻ്റെ അന്തർജനം പോലും അങ്ങനെയാണെന്ന് ഞാൻ പറയും. എനിക്ക് തർക്കമുണ്ട്, ഹരി പറഞ്ഞു. നല്ല പെണ്ണുങ്ങൾ കുറേയെങ്കിലും ഉണ്ട്. ഞാൻ സമ്മതിച്ചു തരില്ല, ദത്തന് വാശിയായി. തനിക്കറിയാവുന്ന പെണ്ണ് സോമബാലയാണല്ലോ, എൻ്റെ വേളിയുടെ അനിയത്തി. അവളുടെ കാര്യത്തിൽ പോലും തനിക്ക് ആ അഭിമാനം വേണ്ട. ഹരിഗോവിന്ദൻ ചാടി എഴുന്നേറ്റു. ചാരുദത്തൻ്റെ കരണക്കുറ്റിക്കൊന്നു കൊടുത്തു. അവർ രണ്ടാൾ മാത്രമായിരുന്നതിനാൽ മറ്റാരും അതറിഞ്ഞില്ല. മദ്യലഹരിയിലായിരുന്നതിനാൽ ചാരുദത്തന് അതൊരു വലിയ പ്രശ്നവുമായിരുന്നില്ല. ഹരിഗോവിന്ദന് പക്ഷേ അയാളുടെ വാചകങ്ങളെ അങ്ങനെ അവഗണിക്കാനായില്ല. രാത്രി കിടക്കറയിലെത്തിയപ്പോൾ സോമി ഇരുന്ന് ഉറങ്ങുകയാണ്. എവിടെയായിരുന്നു ഹരിയേട്ടൻ? അവൾ ചോദിച്ചു. ഈ ശീലം നന്നല്ല കേട്ടോ. ദത്തേട്ടനെ കാത്തിരിക്കുകയൊന്നുമില്ല ഉണ്ണിയേട്ടത്തി. ഊണ് കഴിച്ച് സുഖമായി കിടന്നുറങ്ങും. പക്ഷേ ഹരിയേട്ടൻ അരികിലെത്താതെ സ്വതന്ത്രമായി ശ്വാസം വിടാൻ പോലും എനിക്കാവില്ല. നല്ല വാചകം, ഹരി പറഞ്ഞു. അതെന്താ അങ്ങനെ? അതങ്ങനെ ആയതുകൊണ്ട്. ആ മുഖഭാവവും വർത്തമാനവും സോമയെ അമ്പരിപ്പിച്ചു. എന്തേ, ദത്തേട്ടൻ ഹരിയേട്ടനെ സൽക്കരിച്ചോ? മൂക്കു ചൊളിച്ച് വാസന പിടിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്. ഞാൻ ദത്തേട്ടൻ്റെ അടുത്തായിരുന്നെന്ന് ആര് പറഞ്ഞു? ഏട്ടത്തി തന്നെ. ഞാൻ വിളിച്ചു തിരക്കിയിരുന്നേ. ഹരിഗോവിന്ദൻ പിന്നെ ശബ്ദിച്ചില്ല. നോക്കൂ, സോമ പറഞ്ഞു. ദത്തേട്ടനുമായുള്ള കൂട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ ഏട്ടത്തിയുടെ ആളാ എന്ന് പറഞ്ഞിട്ട് പക്ഷേ കാര്യമില്ല. അതെന്താ? ദത്തേട്ടൻ അത്ര നല്ലതല്ലാഞ്ഞിട്ട് തന്നെ. ഹരിഗോവിന്ദൻ്റെ പുരികം ചുളിഞ്ഞു. അത് സോമ എങ്ങനെ അറിഞ്ഞു? എൻ്റെ ഏട്ടത്തിയുടെ ആളായതുകൊണ്ട് തന്നെ. കുട്ടിക്കാലം തൊട്ടേ ഞാൻ അറിയണുണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ പറയണത്? ഹരിയുടെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു. സോമയുടെ കുറ്റമൊന്നും അങ്ങേരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ദത്തേട്ടൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് സോമയിൽ ഒരു നടുക്കം ഉണ്ടായി. വല്ല വിഷവും കുത്തിവെച്ചിട്ടുണ്ടാവുമോ ദുഷ്ടൻ? അവൾ ഉത്തരം മുട്ടിയിരുന്നപ്പോൾ ഹരി ചോദിച്ചു. എന്ത് പറ്റി സോമയ്ക്ക്? എന്തേ എൻ്റെ അടുത്തൊന്നും പറയാത്തത്? ഉത്തരം മുട്ടിയോ? സോമ അപ്പോഴും ശബ്ദിച്ചില്ല. കറുത്തേടലത്തെ എല്ലാത്തിന് പണത്തിൻ്റെയും പ്രൗഢിയുടെയും മാത്രം പാരമ്പര്യമല്ല ഉള്ളതെന്ന് അയാൾ പറഞ്ഞു. ഹരിഗോവിന്ദൻ തുടർന്നു. മറ്റു പല പാരമ്പര്യങ്ങളും ഉണ്ടത്രേ. മഹാനായ കുഞ്ഞൂട്ടേട്ടൻ കാരണം ബാല്യക്കാരി പെണ്ണ് കുളത്തിൽ ചാടി ചത്തൂത്രേ. അനിയത്തിയുടെ കഥകൾ വിസ്തരിച്ചില്ല. അതിനു മുമ്പേ ഞാനൊന്ന് കൊടുത്തുപോയി. ഇനിയിപ്പോൾ അയാളുടെ നാവിൽ നിന്ന് എനിക്കത് അറിയാൻ കഴിയുമെന്ന് തോന്നണില്ല. പക്ഷേ ഞാനതറിയും, എവിടെ നിന്നായാലും. കിടക്കയിൽ കയറി കിടന്നു ഹരിഗോവിന്ദൻ. സോമ അപ്പോഴും ശബ്ദിക്കാനാവാതെ അനങ്ങാനാവാതെ ഇരിക്കുകയായിരുന്നു. ഹരിയേട്ടൻ്റെ നിറഞ്ഞ സ്നേഹപ്രകടനങ്ങൾക്ക് പിന്നിൽ കർക്കശമായൊരു മനസ്സുണ്ടെന്ന് സോമയ്ക്ക് മനസ്സിലായി. പുറമേ തേനൊഴുക്കിയാലും ആൾ ഗൗരവക്കാരൻ തന്നെ. പുലർച്ചെ തുളസിത്തറയിൽ നമസ്കരിക്കുമ്പോൾ സോമയോട് താമര തിരക്കി. എന്തേൻ്റെ സോമയുടെ മുഖത്തൊരു വാട്ടം? ഏയ്, സോമ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. രാത്രി വൈകിയാണ് ഉറങ്ങിയത്. ഹരിയേട്ടൻ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു.
താമര പുഞ്ചിരിയോടെ സോമയെ നോക്കി. സോമയുടെ കണ്ണുകളിൽ സങ്കടത്തിന്റെ നനവ് അവൾ കണ്ടു. താമര അതേക്കുറിച്ച് കുഞ്ഞൂട്ടനോട് പറഞ്ഞു. നാലകത്തിന്റെ തൂണിന് മറവിൽ നിന്ന് സോമ കണ്ണ് തുടയ്ക്കണത് ഞാൻ കണ്ടു. എന്തോ സങ്കടം അവൾക്കുണ്ടായിട്ടുണ്ട്. ചോദിച്ചില്ലേ താമര? കുഞ്ഞൂട്ടൻ തിരക്കി. ഉറക്കൊഴിഞ്ഞിട്ടാണെന്നാ കുട്ടി പറഞ്ഞത്. എനിക്കത് ശരിയായി തോന്നിയില്ല. ശരിയല്ലെങ്കിലും നമുക്കെന്ത് ചെയ്യാനാകും? എന്താ വിഷമോന്ന് അവൾ ഒളിക്കുമ്പോൾ. താമര മുഖം കുനിച്ചു. എനിക്ക് തോന്നുക കോളേജിനടുത്തൊരു കൊച്ചു വീടെടുത്ത് നമ്മൾ മാറിയാലോന്ന്. ഇല്ലത്തിപ്പോൾ ഒരു പ്രൈവസിയും ഇല്ല, കുഞ്ഞൂട്ടൻ പറഞ്ഞു. അത് വേണ്ട, അമ്മ എന്താ നിരീക്കുക? സാധാരണ പെണ്ണുങ്ങളാണ് ഇത് ഇങ്ങോട്ട് ആവശ്യപ്പെടുക. അത് സ്വന്തം സുഖം മാത്രം ചിന്തിക്കണവരാ. ആയിക്കോട്ടെ, കുഞ്ഞൂട്ടൻ ചിരിച്ചു. താമര ഇങ്ങനൊരു കാര്യം ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ദിവസത്തിനായി കാത്തിരിക്കുക ഞാൻ. മറുപടിയായി താമര ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. വേട്ടയ്ക്കൊരു മകൻ്റെ ക്ഷേത്രത്തിൽ ഉത്സവമായി. ചെറിയൊരു പരദേവതാ ക്ഷേത്രമാണെങ്കിലും കൊടി കയറിയുള്ള ഉത്സവമാണ് പതിവ്. ദേശക്കാരും എത്തും. 5-6 ദിവസത്തെ ഉത്സവമാണ്. സോമയുടെ മുഖത്ത് യാതൊരു ഉത്സാഹവുമില്ലായിരുന്നു. എന്തു പറ്റി ഈ കുട്ടിക്ക്? നങ്ങേമ്മ താമരയോട് തിരക്കി. താമരയ്ക്കൊന്ന് ചോദിക്കായിരുന്നില്ലേ? ഒരിക്കൽ ഞാൻ ചോദിച്ചു അമ്മേ. സോമ മറുപടിയൊന്നും പറഞ്ഞില്ല. ഹരിഗോവിന്ദനുമായി വല്ല പിണക്കോ? നങ്ങേമ്മ താമരയെ നോക്കി. അങ്ങനെ വല്ലതുമാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചാലും അവൾ പറയില്ല. പക്ഷേ താമരയുടെ അടുത്തുനിന്ന് അവൾ ഒന്നും ഒളിക്കില്ല. അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് താമര ഒരിക്കൽ കൂടി സോമയെ സമീപിച്ചത്. എന്താ, ഒരു സങ്കടമുണ്ട് സോമയുടെ മുഖത്ത്? താമര ചോദിച്ചു. അതെന്താണെന്ന് പറഞ്ഞൂടെ ഏട്ടത്തിയോട്? സോമയുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. എങ്കിലും മറുപടിയൊന്നും പറഞ്ഞില്ലവൾ. എന്താമ്മോ? വാത്സല്യത്തോടെ സോമബാലയുടെ കവിളിൽ തലോടി താമര. എന്തായാലും ഏട്ടത്തിയോട് പറയൂ. എങ്ങനെ ഞാനത് പറയുക? ഓർക്കുമ്പോഴെൻ്റെ നെഞ്ചു പൊടിയണു. ഒരു തെറ്റും കാട്ടാത്ത എന്നെപ്പറ്റി. താമരയുടെ കണ്ണുകൾ വിടർന്നു. ഒരു തെറ്റും കാട്ടാത്ത കുട്ടിയെപ്പറ്റി? താമരേട്ടത്തി കുഞ്ഞൂട്ടേട്ടയോട് പറയരുത്. എന്നാലേ ഞാൻ പറയൂ, സോമ നിബന്ധന വെച്ചു. ഞാൻ അറിയണതൊന്നും കുഞ്ഞൂട്ടേട്ടയിൽ നിന്ന് എനിക്ക് ഒളിക്കാൻ കഴിയില്ല, താമര പറഞ്ഞു. എന്നുവെച്ച് സോമയ്ക്ക് അതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവാനും പോണില്ല. സ്നേഹം ഉണ്ടെങ്കിലും കുഞ്ഞൂട്ടേട്ടയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതാ എൻ്റെ പേടി. ദേഷ്യം പിടിപ്പിക്കാത്ത തരത്തിലേ ഞാനത് പറയൂ. കുട്ടി പേടിക്കണ്ട, താമര വാക്ക് കൊടുത്തു. സോമബാല ഒന്ന് ശ്വാസം അയച്ചു. കുട്ടി പറഞ്ഞോളൂ, താമര പ്രേരിപ്പിച്ചു. ദത്തേട്ടൻ ഹരിയേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിരിക്കണോ? സോമ പറഞ്ഞു. പൊടുന്നനെ ആ കണ്ണുകൾ തുളുമ്പി. എന്ത്? താമര കിതച്ചു. കുഞ്ഞൂട്ടേട്ടയെ പറ്റി, എന്നെപ്പറ്റി, ഈ ഇല്ലത്തെപ്പറ്റി. ഇവിടെ പാർത്തോണ്ട് ഇവിടെയുള്ളവർക്ക് എതിരായിട്ട്. വെളിവോടെ പറഞ്ഞതായിരിക്കില്ല. തെക്കേക്കാട്ടിൽ മദ്യസേവ പതിവാ. ഫോറിൻ സാധനങ്ങളാണെന്ന് മാത്രം. ദത്തേട്ടൻ പറഞ്ഞാൽ വിശ്വസിക്കാനേ ഉള്ളോ നിന്റെ ഹരിയേട്ടൻ? കുത്തുവാക്കുകളും മുഖം വീർപ്പിക്കലും ഒക്കെ ആകുമ്പോൾ അങ്ങനെ വേണ്ടേ കരുതാൻ? ഏതായാലും ഞാനിത് കുഞ്ഞൂട്ടേട്ടയോട് പറയാം. ഒളിച്ചു വെക്കണത് കൊണ്ട് ദോഷമല്ലേ ഉണ്ടാകാനുള്ളൂ? കുഞ്ഞൂട്ടേട്ട എങ്ങാനും ദേഷ്യപ്പെട്ടാൽ ഹരിയേട്ടൻ്റെ പിണക്കം ഒന്നുകൂടി വർദ്ധിക്കില്ലേ? കുഞ്ഞൂട്ടേട്ടൻ ഹരി ഗോവിന്ദനോട് ദേഷ്യപ്പെടാനൊന്നും പോവില്ല. അതിനുള്ള അധികാരവും ഇല്ലല്ലോ. ദേഷ്യപ്പെടുക ദത്തേട്ടനോടാവും. ഇത്തരം പണികൾ ചെയ്താൽ അവഗണിക്കാൻ പാടുണ്ടോ സോമേ? കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിനപ്പുറം ആവില്ലേ പ്രവൃത്തികൾ? മറുപടി പറയാതെ സോമ മുഖം കുനിച്ചു. ശബ്ദമില്ലാതെ അവൾ കരയുകയാണെന്ന് താമരയ്ക്ക് തോന്നി. അവൾ സോമയെ ചേർത്ത് പിടിച്ചു. എൻ്റെ കുട്ടി കരയരുത്. എല്ലാറ്റിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ദുഷ്ടബുദ്ധിയായ ദത്തേട്ടൻ വിചാരിച്ചാൽ നിന്നെ ഒന്നും കാട്ടാനാവില്ല. ഉണ്ണിയേട്ടത്തിയോട് തന്നെ നിനക്ക് പറഞ്ഞൂടെ ദത്തേട്ടൻ്റെ തോന്നിയാസത്തെപ്പറ്റി? ഇല്ലേച്ചാ അമ്മയോട് പറഞ്ഞൂടെ? ഒളിച്ചു വെക്കണത് കൊണ്ടല്ലേ അയാൾ ഇതൊരു തരമായി കരുതണത്? അതിനും ശബ്ദമില്ലാതെ കരഞ്ഞതേ ഉള്ളൂ സോമബാല. കരയാതെ കുട്ടി, താമര തെല്ലു നീരസം കാട്ടി. മാനപൂർവമായിരുന്നു അത്. നിന്നേക്കാൾ പാവമായിരുന്നു ഞാൻ. പക്ഷേ പാവമാകും തോറും നമ്മെ ചവിട്ടി മെതിക്കാനേ നോക്കൂ എല്ലാവരും. എനിക്കുണ്ടായ അനുഭവങ്ങൾ കുട്ടിക്കെങ്കിലും ഉണ്ടാവാതിരിക്കാനാ ഞാൻ പറയണത്. സോമ കണ്ണുകൾ തുടച്ചു. താമരേട്ടത്തി പറയണത് പോലെ ഞാൻ ചെയ്യാം. ഞാൻ പറയണത് പോലെയല്ല, കുഞ്ഞൂട്ടേട്ടൻ പറയണത് പോലെ ചെയ്താൽ മതി, താമര അറിയിച്ചു. അപ്പോൾ തന്നെ താമര എല്ലാം കുഞ്ഞൂട്ടനെ അറിയിച്ചു. കുഞ്ഞൂട്ടൻ വല്ലാത്ത ക്ഷുഭിതനായി. തെക്കേ കാട്ടിൽ ചെന്ന് അയാൾ ഷർട്ടിൻ്റെ കോളർ കുത്തിപ്പിടിച്ചു ചാരുദത്തിനെ ഉയർത്തി. എന്താ നിങ്ങൾ എൻ്റെ അനിയത്തെക്കുറിച്ച് ഹരിയോട് പറഞ്ഞത്? ഇയാളുടെ അനിയത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതെൻ്റെ ഔദാര്യം. എൻ്റെ വേലയുടെ അനിയത്തിയായി പോയില്ലേ? എന്നാൽ ഇയാളെക്കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇയാൾ കാരണം അടിച്ചു തളിക്കാരിയായ രാധ എന്ന പെണ്ണിൻ്റെ ശവം കുളത്തിൽ പൊന്തിയതുവരെ. കുഞ്ഞൂട്ടൻ തളർന്നുപോയി. താമര ഒപ്പമുള്ളതായിരുന്നു അയാളെ തീർത്തും ക്ഷീണിപ്പിച്ചത്. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലെന്നുണ്ടോ?
സത്യമാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? ചോദിച്ചത് ഭവദാസനാണ്. എല്ലാവരും കൂടി ആ കുറ്റം കുഞ്ഞൂട്ടേട്ടയുടെ നെറുകയിൽ വെച്ചു. അങ്ങനെയാ അന്ന് എൻ്റെ പാവം ഏട്ടന് ദണ്ണ ഇളകിയത്. ചെയ്യാത്ത കുറ്റം ശിരസിൽ ചാർത്തിയത് മൂലം. ചെയ്യാത്ത കുറ്റമെന്ന് പറയരുത് നീ. ഭവദാസന്റെ നേർക്ക് കൈ ചൂണ്ടി ചാരുദത്തൻ. ഇയാളും ആ പെണ്ണും തമ്മിൽ ലോഹിയായിരുന്നില്ലേ? കുളിപ്പുരയിലും യക്ഷി അമ്പലത്തിന്റെ തിണ്ണയിലും വെച്ച് രണ്ടിനെയും ഞാൻ കണ്ടിരിക്കണു. ഞാൻ മാത്രമല്ലല്ലോ, ഇയാളുടെ ഓപ്പോളും കണ്ടിട്ടില്ലേ? ഇയാളുടെ അമ്മ കണ്ടിട്ടില്ലേ? മുറ്റം അടിക്കാൻ അവൾ ഇനി വരണ്ടാന്ന് വിലക്കിയതുമല്ലേ? കുഞ്ഞൂട്ടന്റെ ദേഹം ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. താമര അത് ശ്രദ്ധിച്ചു. കുഞ്ഞൂട്ടേട്ടയ്ക്ക് താങ്ങാൻ കഴിയാത്ത വർത്തമാനങ്ങളാണ് ഇപ്പോൾ കേട്ടതെന്ന് അവൾക്ക് മനസ്സിലായി. ഒരിക്കൽ ദണ്ണമിളകിയതും ആ സംഭവവുമായി ബന്ധപ്പെട്ടതാണല്ലോ. താമര ആ കയ്യിൽ പിടിച്ചു. വരൂ, എനിക്ക് വിശ്വാസമാണ് എൻ്റെ കുഞ്ഞൂട്ടേട്ടെ. ഈ കേട്ടതൊന്നും ഒരു നേരുമില്ലെന്ന് എനിക്കറിയാം. അവൾ തിരിഞ്ഞ് ചാരുദത്തനെ നോക്കി. ദത്തേട്ടൻ പറയണത് അതേപടി വിഴുങ്ങണവരുണ്ടാവാം, പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് സന്തോഷിക്കേണ്ട. കുഞ്ഞൂട്ടനെയും കൊണ്ട് താമര തെക്കുകെട്ടിൻ്റെ പടിയിറങ്ങി. എല്ലാം കേട്ടുനിന്ന ഹരിഗോവിന്ദൻ്റെ മുഖം ചുളിഞ്ഞു. തങ്ങളുടെ തെക്കിനിക്കകത്ത് കടന്ന് വാതിലടച്ചതും താമര കുഞ്ഞൂട്ടനോട് പറഞ്ഞു, കുഞ്ഞൂട്ടേട്ടൻ വിഷമിക്കേണ്ട. ദത്തേട്ടൻ പറഞ്ഞല്ല രാധ എന്ന അടിച്ചുതാളിക്കാരിയെക്കുറിച്ച് ഞാൻ ആദ്യം കേട്ടത്. ലതേട്ടത്തി പറഞ്ഞാണ്. ഇതുവരെ ഞാൻ അതേക്കുറിച്ച് കുഞ്ഞൂട്ടേട്ടയോട് ചോദിച്ചില്ലല്ലോ. പൂന്താനത്തെ 4 ഇറയത്ത് വെച്ച് ആദ്യം കണ്ടപ്പോഴേ, ഈ വർത്തമാനം ആദ്യം കേട്ടപ്പോഴേ കുഞ്ഞൂട്ടേട്ടൻ ആരാന്ന് എനിക്ക് മനസ്സിലായി. രാധയെക്കുറിച്ച് ഞാൻ എല്ലാം പറയാൻ താമരെ. ഇടർന്ന സ്വരത്തിൽ കുഞ്ഞൂട്ടൻ പറഞ്ഞു. നിന്റെ അടുത്ത് നൊളിക്കാനായി എനിക്കൊന്നുമില്ല. കുഞ്ഞൂട്ടേട്ടൻ ഒന്നും പറയണ്ട. തെറ്റായി ഞാനൊന്നും ധരിച്ചിട്ടില്ല. തെറ്റായി ഒന്നും പറയാനും എനിക്കില്ല. എങ്കിലും രാധ ഒരു സത്യമാ. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു എന്നതും സത്യമാ. താമരയുടെ ഉള്ളിൽ ഒരു നേർത്ത ചുഴി രൂപപ്പെട്ടു. നെഞ്ചിലൊരു നീറ്റലും. എങ്കിലും അവളുടെ മുഖത്ത് അതിൻ്റെ ഒരു ചലനവും പ്രകടമായില്ല. സ്നേഹമായിരുന്നോ അതോ സഹതാപമായിരുന്നോ എന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുള്ള ഒരു ബന്ധമാത്. പക്ഷേ അവളുടെ വിരൽത്തുമ്പിൽ പോലും ഞാൻ തൊട്ടിട്ടില്ല. എന്തിനാ കുഞ്ഞൂട്ടേട്ടൻ ഇതിങ്ങനെ ആവർത്തിക്കണത്? താമര ചോദിച്ചു. എന്നോ ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടിയുടെ പേര് ഇന്ന് ആദ്യമായി ഞാൻ കേൾക്കുകയല്ല. അത് കേട്ടപ്പോൾ പോലും എൻ്റെ ഉള്ളിൽ ഒരു സംശയം തോന്നിയിരുന്നില്ല. ഇപ്പോഴും ഇല്ല സംശയം. ഇനി ഈ ദത്തേട്ടൻ പറഞ്ഞത് സത്യമാണെന്നിരിക്കട്ടെ, ഞാനത് പൊറുക്കും. പിന്നെന്തിനാ എൻ്റെ കുഞ്ഞൂട്ടേട്ടൻ ഇങ്ങനെ പരിഭ്രമിക്കണത്? താമരയുടെ ചുമലിലേക്ക് കുഞ്ഞൂട്ടൻ മുഖമണച്ചു. നീ ആരാണ് കുട്ടി? ഇങ്ങനെയുണ്ടോ ഒരു പെണ്ണ്? എല്ലാം തകർന്നുവെന്ന് ഒരു നിമിഷത്തേക്ക് എനിക്ക് തോന്നി. ഒന്നും തകരില്ല കുഞ്ഞൂട്ടേട്ടാ. പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നവർക്കിടയിൽ ഒരു ദുഷ്ടബുദ്ധിക്കും ജയിക്കാനാവില്ല. ഈ വിശ്വസ്തതയ്ക്ക് ഞാൻ തിരിച്ചെന്താണ് തരേണ്ടത് കുട്ടി? എനിക്ക് മനസ്സിലാവണില്ല. കുഞ്ഞൂട്ടൻ വെങ്ങിപ്പൊട്ടി. ഈ വിശ്വസ്തതയ്ക്ക് പകരമായി കുഞ്ഞൂട്ടേട്ടയുടെ നിറഞ്ഞ വിശ്വാസം മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത്രമാത്രം. എന്നും എന്നിൽ അതുണ്ടാവും. താമരയുടെ കാതിലാണ് കുഞ്ഞൂട്ടൻ അറിയിച്ചത്. ലോകം മുഴുവൻ നിന്നെ പഴിച്ചാലും ഈ കുഞ്ഞൂട്ടേട്ടനുണ്ടാവും നിന്റെ ഒപ്പം. പിറ്റേന്ന് സോമബാല താമരയോട് പറഞ്ഞു. താമരേട്ടത്തിയുടെ ഒരു വാചകത്തിന് ഫലം ഉണ്ടായി. ദത്തേട്ടൻ പറയണത് അതേപടി വിഴുങ്ങണവരുണ്ടാവാം, പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് സന്തോഷിക്കേണ്ട എന്ന വാചകം. എന്തേ അങ്ങനെ? താമര അത്ഭുതത്തിൽ സോമയെ നോക്കി. ഹരിയേട്ടൻ രാത്രി പറയുക, ദത്തേട്ടൻ പറഞ്ഞത് വിഴുങ്ങി താമരേട്ടത്തിയുടെ മുന്നിൽ വല്ലാതെ കൊച്ചായി പോയിന്നു. എന്നുവെച്ചാ കുട്ടിയോട് അയാൾക്ക് വിശ്വാസം തോന്നി തുടങ്ങിയെന്നാണോ അർത്ഥം? എന്തോ. സോമയുടെ കണ്ണുകളിൽ നാണം തിരുതികിട്ടി. ഇന്നലെ എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഇത് നിലനിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക്. താമര ആ ചുമലിൽ തട്ടിക്കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞു. മച്ചിലെ ഭഗവതിക്കുള്ള നെയ്ത്തിരിയും ഓടത്തിൽ വെച്ച് ഇടനാഴിയിലൂടെ വരികയായിരുന്നു താമര. പെട്ടെന്നാണ് ഹരിഗോവിന്ദൻ ആ മുന്നിൽ പ്രത്യക്ഷനായത്. താമര ഒന്ന് പകച്ചു. പിന്നോട്ട് 2 അടി വെക്കുകയും ചെയ്തു. ഭയന്നോ താമരേട്ടത്തി? ഹരിഗോവിന്ദൻ പുഞ്ചിരിച്ചു. ഈ മുഖം കാണാൻ വേണ്ടി മാത്രമാ ഞാൻ സോമയെ വേട്ടത്. എങ്കിലും ദത്തേട്ടൻ്റെ അടുത്തുള്ള ആ പ്രകടനം എന്നെ വല്ലാതെ ആകർഷിച്ചു. ആകർഷണമല്ല, ശരിക്കും തോന്നിയത് ആരാധനയാണ്. കുഞ്ഞൂട്ടേട്ടയോട് അസൂയയും. താമര സ്തബ്ധയായി ഒരു നിമിഷം നിന്നു. പിന്നെ വിടർന്ന മിഴികളാൽ ഹരിഗോവിന്ദനെ നോക്കി. ഇങ്ങനെയൊന്നും പറയരുത്. ബന്ധം കൊണ്ട് നമ്മളിപ്പോൾ സഹോദര സ്ഥാനത്തുള്ളവരാ. ആ ഒരു നിലയിൽ വേണം നമ്മൾ വർത്തമാനം പറയാനും പെരുമാറാനും. പിണങ്ങാൻ വയ്യാത്തതുകൊണ്ട് അപേക്ഷയുടെ സ്വരത്തിലാണ് താമര സംസാരിച്ചത്. പിണങ്ങിയാൽ ദോഷം സോമയ്ക്കാണ്. സോമയുടെ ദോഷം ഇല്ലത്തെ മൊത്തം ബാധിക്കും. താമരയോട് എൻ്റെ മനസ്സൊന്ന് തുറക്കാൻ എത്ര കാലമായി ഞാൻ കൊതിക്കണമെന്നറിയോ? ഹരിഗോവിന്ദൻ ചോദിച്ചു. മറക്കാൻ കഴിയണില്ലായിരുന്നു എനിക്ക്. എത്ര വേളിയാലോചനകൾ വന്നു എന്നറിയോ? ഒക്കെ തട്ടി എറിഞ്ഞു ഞാൻ. മറ്റൊരു പെൺകുട്ടിയെ
തൻ്റെ സ്ഥാനത്ത് നിർത്താൻ എനിക്ക് കഴിയണില്ലായിരുന്നു. അപ്പോഴാ സോമയുടെ ആലോചന വന്നത്. അയാളൊന്ന് ശ്വാസം അയച്ചു. എങ്ങനെ ആ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാമെന്നാണ് താമര ആലോചിച്ചത്. ഇല്ലത്തുള്ള ആരെങ്കിലും ഈ വർത്തമാനം കേട്ടാൽ അപകടമാണ്. സോമ കറുത്തേടത്തെ പെൺകിടാവായതുകൊണ്ട് മാത്രമാ ഞാൻ ഈ വേളിക്ക് താല്പര്യം കാണിച്ചത്. എന്ന് വെച്ചാ കറുത്തേടത്തെ സ്വത്ത് മോഹിച്ചിട്ടാണെന്ന് കരുതരുത്. കറുത്തേടത്തെ കുഞ്ഞൂട്ടനാണ് താമരയെ വേട്ടതെന്ന് കൊണ്ട് മാത്രമാ ഞാൻ സോമയ്ക്ക് താലി ചാർത്തിയത്. താൻ ഇവിടെ ഉണ്ടല്ലോന്നോർത്ത്, അകലെ നിന്നെങ്കിലും തന്നെ കാണാലോന്നോർത്ത്. താമര ഭയത്തോടെ ചുറ്റും കണ്ണോടിച്ചു. ഭാഗ്യത്തിന് പരിസരത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. എങ്കിലും കൊടിവിളക്കിലെ തിരിയുടെ എണ്ണ വറ്റി തുടങ്ങിയിരുന്നു. നോക്കൂ, താമര പറഞ്ഞു. മച്ചിലെ ഭഗവതിക്ക് ദീപം കാട്ടാൻ പോവാ ഞാൻ. ഈ വിളക്കണയും മുമ്പേ ഞാൻ ചെല്ലട്ടെ. അവൾ നടന്നു കഴിഞ്ഞു. പക്ഷേ ഹരിഗോവിന്ദനും പിന്നാലെ ഉണ്ടായിരുന്നു. ഇനി ഇതുപോലൊരു അവസരം കിട്ടില്ല, അയാൾ തുടർന്നു. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എത്ര കാലമായി മനസ്സിൽ പൂഴ്ത്തി വെച്ചിരിക്കണതാ. ദയവ് ചെയ്ത് എൻ്റെ പിന്നാലെ വരരുത്, താമര അപേക്ഷിച്ചു. ഇല്ല, താരയിലും കണ്ടാൽ നമ്മൾ രണ്ടുപേർക്കും അത് പ്രശ്നമാവും. എനിക്കൊരു പ്രശ്നവുമില്ല താമര. താമര എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ അസബന്ധം പറയരുത്. ഹരിഗോവിന്ദൻ സോമബാലയുടെ ആളാണ്. സോമ എൻ്റെ കുഞ്ഞൂട്ടേട്ടയുടെ അനിയത്തി. അവളെ ഞാൻ വേട്ടതുപോലും താമര ഒരിക്കൽ കൂടി അടുത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാ പറഞ്ഞല്ലോ. എനിക്കിത് കേൾക്കണ്ട. കറുത്തേടത്ത് കുഞ്ഞൂട്ടൻ്റെ പത്നിയെ ഞാൻ മരിക്കണതും അതേ പദവിയിലായിരിക്കും. കറുത്തേടത്ത് കുഞ്ഞൂട്ടൻ കാണും മുമ്പേ താമരയെ കണ്ടവളാണ് ഞാൻ, സ്നേഹിച്ചവനാണ് ഞാൻ. എൻ്റെ സ്നേഹം ഞാൻ അറിയുകയും ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് കറുത്തേടത്ത് കുഞ്ഞൂട്ടനാണ്. അദ്ദേഹത്തെക്കാൾ വലുതായി എനിക്കാരുമില്ല. ഒരു പതിവ്രതയായ പത്നിക്ക് അഹിതമായതൊന്നും എന്നോട് പറയരുത്. മച്ചിലെ ദേവിയുടെ മുന്നിൽ നിലവിളക്കിൽ താമര ദീപം പകർന്നു. ഹരിഗോവിന്ദൻ പക്ഷേ അവളുടെ അരികിൽ നിന്ന് പോയില്ല. പതിവ്രതയായ ഒരു പത്നിക്ക് അഹിതമായതൊന്നും ഞാൻ പറയണില്ല താമര, അയാൾ അറിയിച്ചു. എനിക്ക് താമരയിൽ നിന്ന് സ്നേഹമല്ലാതൊന്നും വേണ്ട. സ്നേഹം എപ്പോഴും ഉണ്ട്, താമര പറഞ്ഞു. ഒരു സഹോദരനോടുള്ള സ്നേഹം ആവശ്യപ്പെടാതെ തന്നെ തരണുണ്ട് ഞാൻ. കുഞ്ഞൂട്ടയുടെ അനിയത്തിയുടെ ആളായ സ്ഥിതിക്ക് ഒരനിയനേട്ടാ ഞാൻ കാണുന്നത്. പ്രായം കൊണ്ട് ഏട്ടനാണെങ്കിലും. ഏട്ടനോ അനിയനോ ആക്കണ്ട, ഹരിഗോവിന്ദൻ അറിയിച്ചു. പഴയതുപോലെ അന്യനായി കണ്ടാ മതി. അന്യനോടുള്ള സ്നേഹം മതി എനിക്ക്. ഹരിഗോവിന്ദൻ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. താമരയുടെ തൊണ്ടയിടറി. എന്നെ ഉപദ്രവിക്കരുതെന്ന് ഒരപേക്ഷയുണ്ട്. സോമയുടെ ആളായതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ കേൾക്കണത്. താമരയ്ക്ക് എന്നെ കാണാൻ അങ്ങനൊരു വളഞ്ഞ വഴിയുള്ളൂ എന്ന് എനിക്കറിയാം. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. അന്ന് ഞാൻ ആദ്യം കണ്ട താമര തന്നെയാണ് എനിക്ക് താൻ. സ്നേഹിച്ചാൽ സ്നേഹം കൊണ്ട് മൂടണവനാണ് ഹരിഗോവിന്ദൻ. സ്നേഹത്തിന് വേണ്ടി മരിക്കും. തൻ്റെ കുഞ്ഞൂട്ടനിൽ നിന്നും ഒരു കാലത്തും ഇതുപോലൊരു സ്നേഹം കിട്ടാൻ പോണില്ല. എന്നെങ്കിലും തനിക്കത് ബോധ്യമാകും. ഇപ്പോഴും തന്നെ ഞാൻ മനസ്സിൽ പേറണത് എന്നെങ്കിലും ഈ സ്നേഹം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയില്ല. അതുണ്ടായില്ലെങ്കിലും പ്രതികാരമൊന്നും ഞാൻ കാട്ടില്ല. പക്ഷേ സ്നേഹഭംഗത്തിൻ്റെ വേദന എന്താണെന്ന് എന്നെങ്കിലും താൻ അറിയും. പറഞ്ഞു തീർത്തതുപോലെ ഹരിഗോവിന്ദൻ തിരിഞ്ഞപ്പോഴാണ് മച്ചറയുടെ വാതുക്കൽ നിന്ന് നങ്ങേമ്മയുടെ വിളി കേൾക്കാറായത്. താമരെ! താമര വിറച്ചുപോയി. ഭഗവതി പീഠത്തിന് മുന്നിൽ കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ പ്രകാശം മാത്രമേ അറയിലുള്ളൂ. എങ്കിലും അമ്മ അകത്തേക്ക് വന്നാൽ ഹരിഗോവിന്ദനെ കാണും. കുട്ടി! വീണ്ടും വിളി. ഞാൻ ഇവിടെയുണ്ട്, താമര അറിയിച്ചു. ഈശ്വര, മച്ചകത്തേക്ക് വിളക്ക് തെളിയിക്കാൻ പോയിട്ട് നേരെ എത്രയായി? വയറ്റിലുള്ള കുട്ടിയല്ലേ, വല്ലതും കണ്ട് പേടിച്ച് വീഴുകയോ മറ്റോ ചെയ്തോ നിറഞ്ഞു ഓടി വരികയായിരുന്നു ഞാൻ. നങ്ങേമ്മ അടുത്തേക്ക് വന്നു. നിഴലായി ഹരിഗോവിന്ദൻ അവർ കണ്ടു. ആരാ ഇത്? നങ്ങേമ്മയുടെ ശബ്ദം ഉയർന്നു. ഹരിഗോവിന്ദനാ, വിറയ്ക്കുന്ന സ്വരത്തിലാണ് താമര പറഞ്ഞത്. മച്ചകത്ത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് താമരയേട്ടത്തെ പേടി പറഞ്ഞു. അതാ ഞാൻ കൂടെ വന്നത്, ഹരിഗോവിന്ദൻ അറിയിച്ചു. ആ മങ്ങിയ വെട്ടത്തിലും നങ്ങേമ്മയുടെ മുഖം ഇരുന്നത് താമര കണ്ടു. ഹരിഗോവിന്ദനെയും താമരയും അവർ മാറി മാറി നോക്കി. പേടിയാച്ച സോമയെ വിളിക്കായിരുന്നില്ലേ തുണയ്ക്ക്? നങ്ങേമ്മ ചോദിച്ചു. ഇല്ലയാച്ച, എന്നോട് പറഞ്ഞൂടെ? ഞാനല്ലേ മച്ചകത്ത് പതിവായി ദീപം വെക്കണത്. കുറച്ച് ദിവസമായുള്ള കുട്ടി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ട്. മറുപടി പറയാതെ താമര മുഖം കുനിച്ചു വന്നു. വരൂ, നങ്ങേമ്മ താമരയുടെ കൈ പിടിച്ചു. പോകാം. പടിക്കെട്ടിറങ്ങുമ്പോൾ ശബ്ദം താഴ്ത്തി നങ്ങേമ്മ താമരയോട് പറഞ്ഞു. ശരിയായില്ല കുട്ടി ഈ ചെയ്തത്. ഹരിഗോവിന്ദനെ തുണ വിളിച്ചത്. ഇവിടുത്തെ മറ്റു പെണ്ണുങ്ങൾ കണ്ടാൽ എന്തു വിചാരിക്കുക? ഞാൻ തുണ വിളിച്ചതല്ലമ്മേ. സത്യം തുറന്നു പറയേണ്ടതാണെന്ന് താമരയ്ക്ക് തോന്നി. മറ്റൊരാളുടെ തെറ്റിന് തൻ്റെ കുഞ്ഞൂട്ടേട്ടയടക്കം പലർ ദുഃഖിക്കേണ്ടി വരരുതല്ലോ. പിന്നെ നങ്ങേമ്മയുടെ പിരുകം ചുളിഞ്ഞു.
അവർ താഴെ എത്തിയിരുന്നു. ഞാൻ വിളിക്കാതെ തന്നെ ഹരിഗോവിന്ദൻ പിന്നാലെ കയറി വന്നതാ. നങ്ങേമ്മയുടെ മുഖത്ത് ഒരു നടുക്കം വീണു. എന്തിന്? നിക്കറിയില്ല. താമരയുടെ തൊണ്ടയിടറി. അപ്പോഴേക്കും അമ്മ വന്നൂല്ലോ. നങ്ങേമ്മ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. ആ മുഖഭാവം കണ്ടപ്പോൾ പഴി തനിക്കാവുമോ എന്ന് താമര ഭയന്നു. പറഞ്ഞത് അബദ്ധമായോന്നു. നോക്ക്. ചുറ്റും നോക്കിയിട്ട് നങ്ങേമ്മ അറിയിച്ചു. വന്ന ആണുങ്ങളാ. അവരുടെ തരമൊന്നും നമുക്കറിയില്ല. പ്രത്യേകിച്ചും ഇയാളുടെ. ചാരുദത്തനും അത്ര നല്ല തരമൊന്നുമല്ല. എനിക്ക് പല കുറി തോന്നിട്ടുണ്ടേ. അയാൾ ഒരു മാന്യനാവൂന്ന് നിരീച്ചു. ഇപ്പോൾ ആകെ ശങ്കയായി. തൊണ്ടയിൽ പുഴുത്താതെ ഇറക്കാതെ തരമുണ്ടോ നമുക്ക്? അതുകൊണ്ട് നന്നേ സൂക്ഷിക്കണം. ചിലപ്പോൾ നമ്മുടെ സംശയം മാത്രമാവും. നിഷ്കളങ്കമായി ഇടപെടണ ചില പുരുഷന്മാരെ നമ്മൾ ശങ്കിക്കാറില്ലേ? ഇതും ഒരു പക്ഷെ അങ്ങനെ ആവാം. ഏതായാലും കുഞ്ഞൂട്ടന് സോമയെ അറിയണ്ട. മുള്ളിലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും ഇലയ്ക്ക് തന്നെ ദോഷം. അവർ നടന്നുപോയി. കുഞ്ഞൂട്ടേട്ടയുടെ അമ്മയെ ഒരിക്കൽ കൂടി താമര അറിയുകയായിരുന്നു. ആ മകൻ്റെ അതേ മഹത്വം. തെറ്റിദ്ധരിക്കുന്ന അമ്മയായിരുന്നെങ്കിൽ ആ രാത്രി തന്നെ താൻ കറുത്തേടത്തില്ലത്തിന് പുറത്താകുമായിരുന്നു. താമര പക്ഷേ ആ സംഭവം കുഞ്ഞൂട്ടനിൽ നിന്ന് ഒളിച്ചില്ല. കുഞ്ഞൂട്ടൻ്റെ മുഖം ചുവന്നു. ചോദിക്കണം അവനോട്. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. സോമയുടെ കാര്യം കൂടി കുഞ്ഞൂട്ടേട്ടൻ ഓർക്കണം. അവൾ നിരപരാധിയല്ലേ? താമര കീണു. എന്നുവെച്ച് കുഞ്ഞൂട്ടൻ കിതച്ചു. ഒരു പുരുഷന് സഹിക്കാൻ കഴിയണ കാര്യങ്ങളാണോ ഇതൊക്കെ? നോക്കിയും കണ്ടും ഞാൻ നിന്നോളാം, താമര പറഞ്ഞു. സ്നേഹത്തെക്കുറിച്ച് പറയണതല്ലാതെ അതിക്രമത്തിനൊന്നും വന്നിട്ടില്ല. അതിക്രമത്തിന് വരും വരെ കാക്കണോ നമ്മൾ എന്നല്ല. അയാളുടെ ഇത്തരം വർത്തമാനങ്ങൾ മറ്റുള്ളവർ കേട്ടാൽ എന്താ വിചാരിക്കുക? ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഇന്നു മാത്രമല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. അതിനുള്ള അവസരം ഇവിടെ ഇല്ലായിരുന്നത് കൊണ്ടാ. ഇനിയും ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മതിയല്ലോ ഞാൻ. എന്തായാലും എൻ്റെ സമാധാനം മൊത്തം പോയി. കിടക്കയിലേക്ക് തളർച്ചയോടെ മലർന്നു കുഞ്ഞൂട്ട്. അയാളുടെ മനസ്സിലിരിപ്പ് ഇത്ര വികലമാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. കുഞ്ഞൂട്ടേട്ടൻ വിഷമിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാന്നേ. ആ പാദത്തിൽ തഴുകി താമര. സാരമില്ല. കുഞ്ഞൂട്ടൻ വീണ്ടും എഴുന്നേറ്റു. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാൻ. എന്തേ? താമരയ്ക്ക് ആകാംക്ഷയായി. മുൻപേ ഞാൻ ആലോചിച്ചതാ, പിന്നീട് വേണ്ടാന്ന് വെച്ചതുമാ. എന്തെന്ന് പറഞ്ഞില്ല. ഒരു വലിയ കെട്ടിനുള്ളിൽ 4-5 കുടുംബങ്ങളാ ഇപ്പം പാർക്കണത്, കുഞ്ഞൂട്ടൻ പറഞ്ഞു. സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പകയും പോരുവാ പരസ്പരം. അതിലൊക്കെ നീചമാ ഈ ഹരിഗോവിന്ദൻ്റെ മനോഭാവം. ഒരിക്കൽ അയാൾ നിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടാവാം. എന്നാലും നീ ഇപ്പം മറ്റൊരാളുടെ പത്നിയല്ലേ. അത് അയാൾ മനസ്സിലാക്കണ്ടേ? ഒപ്പം അയാൾ മറ്റൊരു പെണ്ണിൻ്റെ പുരുഷനാണെന്നുള്ള കാര്യവും. മ്ലേച്ഛൻ. എന്താ കുഞ്ഞൂട്ടേട്ട ഇപ്പം പരിഹാരമായി കാണുന്നത്? നമുക്കിവിടുന്ന് മാറാം. താമരയുടെ മിഴികൾ വിടർന്നു. സന്തോഷമായിരുന്നു അവൾക്ക്. കോളേജിനടുത്ത് ഒരു കൊച്ചു വീടെടുക്കാം നമുക്ക്. പക്ഷേ തീരുമാനം നങ്ങേമിലെത്തിയതും അവർ ശക്തമായി എതിർത്തു. പറ്റില്ല. ഈ അവസ്ഥയിൽ താമര ഇവിടുന്ന് ഞാൻ വിടില്ല. അവിടെ തുണ വന്ന് നിൽക്കാൻ അവൾക്ക് അമ്മയോ കൂടപ്പുറപ്പോ ഇല്ലല്ലോ. ഇവിടുന്ന് പോരാൻ എനിക്കും ആവില്ല. അതുകൊണ്ട് പ്രസവം കഴിയും വരെ എങ്ങോട്ട് യാത്ര വേണ്ട. കുട്ടിയുടെ പേരിടൽ കല്യാണം കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അയക്കോ. അത് തന്നെയാ നല്ലത്. സോമബാലയും അമ്മയുടെ പക്ഷം ചേർന്നു. താമരയിടത്തേക്ക് എന്തേ? ഞങ്ങളെല്ലാം മുഷിഞ്ഞോ? ഈ ഇല്ലം വിട്ടു പോകണമെന്നൊരാശ തോന്നാൻ അവൾ തിരക്കി. എനിക്ക് മുഷിഞ്ഞിട്ടില്ല. താമര മുഖം കുനിച്ചു. ഈ ഇല്ലം വിട്ടു പോകണമെന്ന് ആശ തോന്നിയിട്ടുമില്ല. കുഞ്ഞൂട്ടേട്ടൻ അങ്ങനെ ഒരു താല്പര്യം പറഞ്ഞപ്പോൾ അവൾ ദയനീയമായി കുഞ്ഞൂട്ടനെ നോക്കി. കുഞ്ഞൂട്ടൻ അങ്ങനെ തോന്നാം, പറയാം, നങ്ങേമ അറിയിച്ചു. അവൻ പക്ഷേ അങ്ങനെ പറയുമ്പോൾ പാടില്ല എന്ന് തടയേണ്ടത് കുട്ടിയാ. നിറവയറോടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ആരുണ്ട് അവിടെ ഒരു തുണ? പൂന്താനത്തൊന്നും ആരും സഹായത്തിനെത്തില്ല എന്നറിയാലോ. എങ്ങോട്ട് പോണച്ചാലും വയറൊഴിഞ്ഞിട്ട് പോവാന്നേ അങ്ങോട്ട് നിശ്ചയിക്കുക. അത് അവസാന വാക്കായിരുന്നു. കുഞ്ഞൂട്ടൻ പക്ഷേ മുഖം വീർപ്പിച്ചു. സ്നേഹം കൊണ്ടല്ലേ അമ്മ പറയണത്, താമര ഉപദേശിച്ചു. ഇവിടെ വന്ന ശേഷം അമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിക്കണത്. നമ്മുടെ അമ്മയെപ്പോലെ ആര് വരും കുഞ്ഞൂട്ടേട്ടെ? അമ്മയ്ക്ക് അന്ന് വേണച്ച എന്നെ തെറ്റിദ്ധരിക്കാമായിരുന്നു. അമ്മ അങ്ങനെ ചെയ്തില്ലല്ലോ. എത്ര വലിയ മനസ്സാ അമ്മയുടേത്. അപ്പോൾ നമ്മൾ ആ മനസ്സ് നോവിക്കാവോ? കുഞ്ഞൂട്ടൻ ഉത്തരം മുട്ടി. ഞാൻ സൂക്ഷിച്ചോളാന്നേ. താമര ആ ചുമലിൽ തഴുകി. അരുതാത്തതായി ഒന്നും ഇനി ഉണ്ടാവില്ല. താമര ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം, കുഞ്ഞൂട്ടൻ പറഞ്ഞു. അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ തനിക്ക് അയാളെ നിരുത്സാഹപ്പെടുത്താനുമാവും. പക്ഷേ അയാളുടെ വർത്തമാനം സോമയെ മറ്റോ കേട്ടാൽ ആത്മഹത്യ ചെയ്യാൻ പോലും മടിക്കില്ല. അത് താമരയിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. മിഴിഞ്ഞ കണ്ണുകളോടെ അവൾ കുഞ്ഞൂട്ടനെ നോക്കി. താമരയ്ക്കും ഭയമുണ്ടായിരുന്നു. ഹരിഗോവിന്ദൻ്റെ മനോഭാവം സോമ അറിയാനേ പാടില്ല. അവളുടെ ഉള്ളിൽ
ഒരു കുഞ്ഞു സംശയം പോലും തീണ്ടരുത്. അത് പക്ഷേ സൂക്ഷിക്കേണ്ടത് ഹരിഗോവിന്ദനാണ്. ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. തങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ തന്നെ ആവും. അമ്മ അതിനനുവദിക്കുന്നുമില്ല. ഹരിഗോവിന്ദനെ സംബന്ധിച്ച കാര്യങ്ങൾ അമ്മയെ അറിയിച്ചാലോ എന്ന് ചിന്തിച്ചു താമര. കുഞ്ഞോട്ടൻ എതിർത്തു. സാധാരണ അമ്മമാരേക്കാൾ ഒരു പടി മേലെയാണ് നമ്മുടെ അമ്മ. അത്രയും ഉറപ്പിക്കാം. എന്നുവെച്ച് ഇത്രയധികം തിരിമറികൾ അമ്മയ്ക്ക് ദഹിക്കണമെന്നില്ല. തെറ്റിദ്ധരിച്ചാൽ ഇരിപ്പതാ, പിന്നെ തിരിച്ച് ചിന്തിക്കില്ല അമ്മ. അതാ ആ സ്വഭാവം. മൂലം നാളാ. ആ മനസ്സുറപ്പിനെക്കുറിച്ച് മുത്തശ്ശി ഇടയ്ക്കിടെ പറയും. എന്ത് വേണമെന്നറിയാതെ താമര നിശബ്ദയിരുന്നു. അതിനിടയിൽ തിരുവാതിര വന്നു. ഇല്ലത്തെല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് വരെ. അകായിൽ ഇരുന്നു മുത്തശ്ശി ഉമാദേവി ജൽപ്പിച്ചു. ആർക്ക് വേണ്ടിയാ ഞാനിനി നോമ്പ് നോൽക്കണത്? നമ്പൂതിരി പോയി, മകൻ പോയി എന്നുവെച്ച് ഒരടി നടക്കാൻ വയ്യാതായി. എന്നിട്ടും ഞാൻ നോൽക്കണത് എന്തിനാന്നാ അറിയാവടി നിനക്ക് ഉമ്മിണി? പരിചാരികയായ ഉമ്മിണിയമ്മയോടാണ് ചോദ്യം. നിശ്ചയില്ലാച്ച ഞാൻ പറഞ്ഞു തരാം. ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാ. ശത്രു സംഹാരം കൂടി ഉണ്ടാവും, അറിയോ? നീയും നിന്റെ ആത്തോലമ്മയുണ്ടല്ലോ നങ്ങേമ്മ, ഓളും നശിക്കണം, ഇല്ലാണ്ടാവണം. അതിനു വേണ്ടിയാ ഇനിയും ഞാൻ നോക്കണത്. നെഞ്ചിൽ കൈ ചേർത്ത് പോയി ഉമ്മിണി. നിന്റെ പൊന്നാ വലിയാത്തോലെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇതിനായിട്ട്? നീ ഓളുടെ പക്ഷമല്ലേ? ഉമാദേവി അന്തർജനം ചെറിയ കോട്ടി. നങ്ങേമ്മയുടെ ഏതു നേരം അവളുടെ പിന്നിലുണ്ടല്ലോ നിന്റെ അകമ്പടി. തൊടിയിൽ ചുറ്റുമ്പോഴും കുളപ്പരെ പോകുമ്പോഴും തൊഴാൻ പോകുമ്പോഴും എല്ലാം അതെൻ്റെ പണിയല്ലേ വലിയാത്തോലെ? അതുകൊണ്ടല്ലേ അടിയൻ്റെ കുടുംബം കഴിഞ്ഞു പോണത്. നിന്റെ കുടുംബം കഴിഞ്ഞു പോണതേ കറുത്തേടത്തെ വെള്ളച്ചോറ് കൊണ്ടാ, അതറിയോ? അതുണ്ടാവണത് ഉമാദേവിയുടെ പുണ്യം കൊണ്ടും. അതിന് നീ നങ്ങേമ്മയുടെ ശേവുകത്തിന് നിൽക്കേണ്ട കാര്യമില്ല. നോക്ക്, നിന്റെ കണങ്കാല് നോവണു, ഒന്ന് തടവി താടി. ഉമാദേവി അന്തർജനം കാല് നീട്ടിവെച്ചു. അപ്പോഴേക്കും താമര അരികിലെത്തി. മുത്തശ്ശിയുടെ കാല് ഞാൻ തടവിത്തരാം. ഞാൻ തടവണതല്ലേ മുത്തശ്ശിക്ക് ഇഷ്ടം? ഉമാദേവിയുടെ മുഖത്തെ ക്ഷാത്രവടങ്ങി, കണ്ണുകളിൽ സ്നേഹം തിളങ്ങി. താമരയ്ക്ക് ഇതിനകം മുത്തശ്ശിയെ മെരുക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. നീ തടവുമ്പോൾ കിട്ടണ സുഖം മറ്റാര് തടവിയാലും കിട്ടില്ലേ? അന്തർജനം വെറ്റിലക്കറ പുരണ്ട പല്ലുകൾ പുറത്തു കാട്ടി. പൂ പോലത്തെ കൈകൾ. പെൺകിടാങ്ങളുടെ കൈകൾ അങ്ങനെ ഉണ്ടാവണം. മുമ്പൊക്കെ ഇല്ലങ്ങളിൽ പെൺകൊടിമാർ ചന്ദനവും കസ്തൂരി മഞ്ഞളും സമം അരച്ച് കൈവെള്ളയമേൽ പൂശും. നിറവും തണുപ്പും മാർദ്ദവും ഉണ്ടാവാൻ. അത് ശീലിക്കണ പെൺകിടാങ്ങളെ കൈത്തലങ്ങൾക്കൊരു പ്രത്യേക വാസന ഉണ്ടാവുമേ. താമര പുഞ്ചിരിയോടെ ആ വർത്തമാനം കേട്ടിരുന്നു. ഈ ഉമ്മിണിയുടെ കൈവെള്ള നിറയെ തൊലി അടർന്ന് മുള്ളിൻ്റേതായിരിക്കണം. തൊട്ടാൽ ദേഹം നീറും. ഉമ്മിണിയമ്മ ഈർഷ്യൽ എഴുന്നേറ്റു. ഉമ്മിണിയെ ഒരു പാവപ്പെട്ട ശൂദ്രച്ചിയാ. കൈവെള്ളയമേ ചന്ദനവും മഞ്ഞളും പൂശിയിട്ടിരിക്കാൻ എനിക്ക് നേരമില്ല. വെണ്ണീറിട്ട് പാത്രം മൂറുമ്പം കൈവെള്ളം മുള്ളിൻ്റെ തന്നെയാവും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. അവർ പിന്നറയത്തേക്ക് നടന്നുപോയി. കുശുമ്പി അവള്. ഉമാദേവി ശബ്ദം താഴ്ത്തി താമരയോട് പറഞ്ഞു. ഞാൻ എന്തു കൊടുത്താലും അവൾ അതേപടി ചെന്ന് നങ്ങേമ്മയോട് പറഞ്ഞു കൊടുക്കും. നങ്ങേമ്മ ഓൾക്ക് കാശ് കൊടുക്കണുണ്ടാവുവേ. ഞാൻ എന്താ പറയുന്നറിയാൻ. നങ്ങേമ്മ അയക്കണതാ അവളെ. ഒരു ദിവസം ഞാൻ വെറ്റിലപ്പാക്ക് ചതയ്ക്കണ അമ്മിയെടുത്ത് ഇവളുടെ മണി കണ്ടത്തിനൊരു ഒന്ന് കൊടുക്കും. അത് ഉറപ്പാ. ഏതു നേരവും മുത്തശ്ശിക്ക് അമ്മയും അടിച്ചു തളിക്കാരിയായ ഉമ്മിണിയുടെയും കുറ്റങ്ങൾ പറയണം. താമരയ്ക്ക് പക്ഷേ അത് കേട്ട് ദേഷ്യം ഉണ്ടാവാറില്ല. മനസ്സിൽ അവൾ ചിരിക്കും. അത്ര നിഷ്കളങ്കമാണ് മുത്തശ്ശിയുടെ വർത്തമാനം. അമ്മയ്ക്കും അതിൽ വൈരാഗ്യമോ പിണക്കമോ ഇല്ല. വളരെ അപൂർവമായ മറുപടി പറയാറുള്ളൂ. കുട്ടിക്കറിയോ, ഈ ഉമ്മിണിയുടെ വായിക്കൊരു വല്ലാത്ത നാറ്റമുണ്ട്. വായിക്ക് മാത്രമല്ല ദേഹത്തിനും. നങ്ങേമ്മ എങ്ങനെയായി മൂശേട്ട ഏതു നേരവും കൂടെ കൊണ്ട് നടക്കണമെന്നാ എനിക്ക് നിശ്ചയില്ല. ഇവളുടെ അമ്മയായിരുന്നു മുമ്പ് എൻ്റെ ഒപ്പം നടന്നിരുന്നതേ. കാർത്തിയായനി. ഓൾക്ക് കുറച്ചുകൂടി വെടിപ്പുണ്ട്. സൗന്ദര്യവും. കാണാൻ ഭംഗിയില്ലാത്തതുങ്ങളെ എനിക്ക് കണ്ടുകൂടാ. കുട്ടിയോട് എനിക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് നിശ്ചയമുണ്ടോ? കുസൃതിയോടെ മുത്തശ്ശി താമരയെ നോക്കി. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഊഹിക്കാനായതുകൊണ്ട് താമരയ്ക്ക് നാണം വന്നു. അത് കണ്ട് മുത്തശ്ശിയും ചിരിച്ചു. നീ സുന്ദരിയാ താമരെ. അത് ആണ് കണ്ടാലും നിന്നെ മോഹിക്കും. പെൺകൊടയ്ക്ക് മുമ്പ് ഗന്ധർവന്മാരുടെ ഒന്നും കണ്ണിൽ നീ പെട്ടിരുന്നില്ലേ? പെട്ടിരുന്ന വെച്ചാ അവര് നിന്റെ പെൺകൊട നടത്തില്ലായിരുന്നു. ഏഴരത്തരം. നേര് പിന്നിൽ നിന്നൊരു ശബ്ദം. താമര ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ചാരുദത്തനായിരുന്നു. എന്തേ ആ ഏഫിന് എത്തി നോക്കി പല്ലിളിക്കണത്? മുത്തശ്ശി ശബ്ദമടക്കി താമരയോട് തിരക്കി. ദത്തേട്ടയാ, ഉണ്ണിയേട്ടത്തിയുടെ. താമര പറഞ്ഞു. നിക്ക് മനസ്സിലായി. മുത്തശ്ശി ഒന്നുകൂടി ശബ്ദം അടക്കി. പെണ്ണുങ്ങൾ എവിടെയുണ്ടോ
അവിടെ ഉണ്ടാകും ഇയാൾ. വക്കീലാണെന്ന് ഇയാള് ഉണ്ണിമായ പറയണു. കോടതിയിൽ പോണത് ഒരിക്കലും കണ്ടിട്ടില്ലേ? എന്തേ താമരെ മുത്തശ്ശി അടക്കം പറയണത്? ചാരുദത്തൻ അരികിലേക്ക് വന്നു. മുത്തശ്ശിയുമായി ശരിക്ക് സേവ കൂടിക്കോളൂട്ടോ. മുത്തശ്ശിയുടെ കുടുക്കയിൽ പവനുണ്ടെന്നാ പറയണത്. രത്നങ്ങളും. നന്നായി അടുത്താൽ പ്രയോജനം ഉണ്ടാവും. ഓർമ്മ പിശകുള്ളത് കൊണ്ട് ആർക്കാണ് തന്നതെന്ന് പോലും പാവം മറന്നു പോയിക്കോളും. മുത്തശ്ശിയുടെ കാൽ ചുവട്ടിൽ നിന്ന് താമര എഴുന്നേറ്റു. എന്താടോ ഏഫ്യ താൻ പറയണത്? മുത്തശ്ശി കണ്ണുകൾ കൂർപ്പിച്ച് ചാരുദത്തനെ നോക്കി. ഒന്ന് ഉറച്ചു പറയുക, നിക്ക് കേൾക്കാൻ കഴിയണില്ലേ? കാതിന് കേൾവി പോരാഞ്ഞിട്ടാ മുത്തശ്ശി കേൾക്കാത്തത്. ചാരുദത്തൻ ശബ്ദമുയർത്തി. ഞാൻ ഉറച്ച് തന്നെയാ പറയണത്. മുത്തശ്ശിയുടെ ആമാടപ്പെട്ടിയുടെ താക്കോല് കാല് തടവാൻ വരണ പെൺകിടാങ്ങൾ അടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നു. മുത്തശ്ശി ആഞ്ഞൊരു തുപ്പ് കൊടുത്തു. ചാരുദത്തൻ അത് പ്രതീക്ഷിച്ചതേയില്ല. മുഖം നിറയെ ചുവപ്പ് തുപ്പൽ. വൃത്തികെട്ട അസത്ത് തള്ള. ചുമലിലെ രണ്ടാം മുണ്ടുകൊണ്ട് മുഖം തുടച്ച് ദത്തൻ പിറുപിറുത്തു. നോക്ക്, നിന്റെ ആത്തോലുണ്ടല്ലോ ഉണ്ണിമ, ഇവിടുത്തെ ഉണ്ണിമായ. അവളാ മുത്തശ്ശിയുടെ ആമാടപ്പെട്ടിയുടെ താക്കോല് തപ്പണത്. അതാരെ അറിഞ്ഞിട്ടില്ലെന്നാ വിചാരം? ഇല്ലേ? മുത്തശ്ശിക്ക് അത്ര ഓർമ്മക്കെട്ടില്ല കേട്ടോ. നിന്റെ കണ്ണടയാതെ ആരും ആ താക്കോല് കൊണ്ടുപോവേ ഇല്ല. മുത്തശ്ശി ഗർജിച്ചു. കാണിച്ചു തരാം. ചാരുദത്തൻ ചവിട്ടി കുതിച്ചു നടന്നു. അപ്പോഴാണ് സോമബാല അവിടേക്ക് വന്നത്. എന്തേ താമരേട്ടത്തി, എന്തേ ഉണ്ടായത്? എനിക്കറിയില്ല. താമര കൈമലർത്തി. ദത്തേട്ട എന്തോ പറഞ്ഞ് മുത്തശ്ശിക്ക് പിടിച്ചില്ല. അത്രേ ഉള്ളൂ. സോമയ്ക്ക് ആശ്വാസം. അവൾ താമരയുടെ കൈ പിടിച്ചു. താമരേട്ടത്തി ഒന്ന് വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുത്തശ്ശി ഞാൻ വരാമേ. സോമയോടൊപ്പം താമര നടന്നു. പിന്നിറയത്തിൻ്റെ പടിക്കെട്ടിൽ രണ്ടാളും ഇരുന്നു. എന്തേ സോമേ? താമരയ്ക്ക് ആകാംക്ഷയായി. 2 ദിവസമായി എനിക്കെന്തോ ഒരു വയ്യായിക. നാണത്തോടെ സോമ മുഖം കുനിച്ചു. താമര അത്ഭുതത്തിൽ സോമയെ അടിമുടി നോക്കി. നിക്കെന്തേലും സംശയം? സംശയമുണ്ട്. നാണം കൊണ്ട് സോമ ചുളിഞ്ഞു. ഇക്കുറി ആയിട്ടില്ല ഈശ്വര. താമര സ്നേഹാതിരേകത്തിൽ 2 കൈകൾ കൊണ്ട് സോമയെ തലോടി. എനിക്കെന്ത് സന്തോഷമായിന്നോ. ഇനി നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് എത്രയും നേരത്തെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാം. കൺഫേം ആയാൽ പഴയ പോലല്ല, ചില ചിട്ടകളുണ്ട്. താമരേട്ടത്തി പാലിക്കണ ചിട്ടകളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അതൊക്കെ ഡോക്ടർ പറഞ്ഞു തരും. എന്നെ താമരേട്ടത്തിക്ക് നോക്കിക്കൂടെ? അയ്യേ. താമര സോമയുടെ കവിളിൽ നുള്ളി. ഞാൻ അതിനൊന്നും പോന്നിട്ടില്ല. ഹരിഗോവിന്ദനെയും കൂട്ടി ഡോക്ടർ എലിസബത്തിനെ ചെന്ന് കാണൂ. ഇവിടെ അടുത്താണല്ലോ. രാത്രി ഞാൻ ഹരിയേട്ടനോട് പറയാം. സോമ സമ്മതിച്ചു. ഹരിയേട്ടൻ എന്തു പറയുമെന്നാ എനിക്കറിയാത്തത്. ഹരി നിന്നെ സ്നേഹം കൊണ്ട് പൊതിയും. താമര ആശ്വസിപ്പിച്ചു. ഏതു പുരുഷനും അങ്ങനെയാ. പിറ്റേന്ന് വെളുപ്പിനെ സോമയാണ് താമരയെ വിളിച്ചുണർത്തിയത്. വാതിൽ തുറന്ന് താമര നോക്കുമ്പോൾ തെക്കിനി തിണ്ണയിൽ നിന്ന് സോമ ഏങ്ങലടിച്ച് കരയുന്നു. എന്താ മോളെ? താമര കിതച്ചു. ഇത് നശിപ്പിക്കണമെന്ന് ഹരിയേട്ടൻ പറയണു. നെഞ്ചിൽ കൈയമർത്തി സോമ കരഞ്ഞു. ഇത് ഹരിയേട്ടൻ്റെതല്ലത്രേ. എന്തു മഹാപാപ കുട്ടി കേൾക്കണത്? താമര കണ്ണു മിഴിച്ചു. ആർക്കും എന്തു തോന്നിയാസം പറയാന്നോ? രാത്രി തെക്കേക്കെട്ടിൽ നിന്ന് സമ്മേളനവും കഴിഞ്ഞ് ഒരുപാട് വൈകിയ ഹരിയേട്ടൻ വന്നത്. ഉറക്കമിളച്ച് ഞാൻ കാത്തിരുന്നു. എന്നിട്ടും ഒരു പരിഭവവും കാട്ടിയില്ല. വന്ന ഉടൻ കിടക്കയിലേക്ക് മറിഞ്ഞു. ഫോറിൻ ലിക്കറിൻ്റെ ഗന്ധം ഉണ്ടായിരുന്നു. എങ്കിലും പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ എന്നോർത്ത് അപ്പോൾ തന്നെ ഞാൻ ആ സന്തോഷ വാർത്ത അറിയിച്ചു. പറഞ്ഞിട്ട് ഏങ്ങലടിച്ച് കരഞ്ഞു സോമബാല. എന്നിട്ട് താമര ആ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. ഒറ്റയടി എൻ്റെ മുഖത്ത്. സോമ പറഞ്ഞു. ഓർക്കാപ്പുറത്തായിരുന്നു. എങ്കിലും വിരൽത്തുമ്പേ മുഖത്ത് കൊണ്ടുള്ളൂ. തിടുക്കത്തിൽ ഞാൻ ഒഴിഞ്ഞു. ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോൾ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സമ്മാനം ഇതാണോന്ന് എനിക്ക് നിശ്ചയില്ലായിരുന്നു. എന്ത് അപരാധ ഞാൻ ചെയ്തതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കരയുകയോ ഒച്ച വയ്ക്കുകയോ ഒന്നും വേണ്ട. ചുറ്റും കണ്ണോടിച്ച് താമര അറിയിച്ചു. എല്ലാറ്റിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. എന്ത് തെറ്റാ ഹരിയേട്ട ഞാൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വേഗം കൊണ്ടുപോയി നശിപ്പിച്ചോളൂന്ന് അട്ടഹസിച്ചത്. സോമ കണ്ണും മുഖവും തുടച്ചു. നശിപ്പിച്ചില്ലെങ്കിലോ? താമരയുടെ മിഴികളിൽ അഗ്നി ജ്വലിച്ചു. ചോദിക്കായിരുന്നില്ലേ കുട്ടിക്ക്? ഇത് കുട്ടിയുടെ സ്വന്തം ഇല്ലമാണല്ലോ. അമ്മയും കുഞ്ഞൂട്ടേട്ടെങ്കിലും കുട്ടിയുടെ പക്ഷത്തുണ്ടാകുമല്ലോ. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണല്ലോ താമരേട്ടത്തി ദോഷം. ആരാ കുട്ടി ഇല? താമര ചോദിച്ചു. പെണ്ണെപ്പോഴും സ്വയം ഇലയായി മാറണത് എന്തിനാ? അവൾക്കും മുള്ളായിക്കൂടെ? സോമയ്ക്ക് ഉത്തരം മുട്ടി. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോഴേക്കും നങ്ങേമ്മയും അവരുടെ പിന്നിലെത്തി. എന്താ കുട്ടികളെ? അവർ അമ്പരപ്പോടെ താമരയും സോമയും നോക്കി. അമ്മയോട് ഒളിക്കേണ്ടതില്ലെന്ന് താമരയ്ക്ക് തോന്നി. അവളാണ് എല്ലാം അറിയിച്ചത്. ബാക്കി സോമ തുടർന്നു. തെക്കേക്കെട്ടിൽ നിന്ന് വന്നപ്പോഴാ ഈ മാറ്റം.
മുൻപ് അവിടുന്ന് വിഷം കുത്തി വിട്ടിട്ടുള്ളത് ഒക്കെ ദത്തേട്ടന്റെ പണിയാ. ഉണ്ണി ഇതൊന്നും അറിയണില്ലെന്നായി എൻ്റെ സംശയം. നങ്ങേമ്മ പറഞ്ഞു. അവളോടൊന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ ഞാൻ. സ്വന്തം കൂടപ്പറപ്പിന് കൊലക്കാരുണ്ടാകാൻ അവളും തുണ നിൽക്കുക. അമ്മയൊന്നും ചോദിക്കണ്ട. സോമ കരഞ്ഞു. അങ്ങനെ പറയരുത് സോമ. താമര ഉപദേശിച്ചു. ഈ ക്ഷമ ദോഷേ ചെയ്യൂ. അമ്മ പോയി ചോദിക്കട്ടെ. ഉണ്ണിയേട്ടത്തേക്ക് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളതല്ലേ. താമരയുടെ പ്രേരണ കൂടി ഉണ്ടായതോടെ നങ്ങേമ്മയ്ക്ക് തിടുക്കമായി. തെക്കേ കാട്ടിലേക്ക് ചെന്നു. കൂടെ താമരയും പോയി. ഉണ്ണി, എന്താ നിന്റെ നമ്പൂതിരിയുടെ ഉദ്ദേശം? നങ്ങേമ്മ ചോദിച്ചു. നിന്റെ അനിയത്തിയെ ഫ്രഷാക്കി ഈ ഇല്ലത്തൂന്ന് ഇറക്കി വിട്ട് പടിയടച്ച് പിണ്ടം വെക്കണമെന്നാണോ നിനക്കാശ? അങ്ങനെ ചെയ്താൽ അവളുടെ സ്വത്തുകൂടി നിന്റെ ഭാഗത്ത് ചേരുമെന്ന് നീ വിചാരിക്കണുണ്ടോ? അമ്മ എന്താ ഈ ഉറക്കപ്പീച്ച് പറയുന്നേ? ഉറക്കം വിട്ട് കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരികയായിരുന്നു ഉണ്ണിമായ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിന്റെ നമ്പൂതിരി തെക്കേ കെട്ടിലേക്ക് ഹരിഗോവിന്ദനെ വിളിച്ചു വരുത്തി മദ്യം സൽക്കരിക്കാറുള്ളത് നിനക്ക് മനസ്സിലായിട്ടില്ലേ ആവോ? നങ്ങേമ്മ തിരക്കി. അതേ, നിന്റെ നമ്പൂതിരിയല്ല ആ മദ്യസേവയ്ക്ക് തുടക്കമിട്ടത്. ഉണ്ണിമായയുടെ മുഖം മാറി. അമ്മയുടെ മൂത്ത മകൻ തന്നെയാ ഇവിടുത്തെ ഹരിയേട്ടൻ. അമ്മയുടെ നരഹരി നിന്റെ നമ്പൂതിരിക്ക് ആദ്യമായി ഒഴിച്ചു കൊടുത്തതും മൂപ്പര. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതിൻ്റെ പരിഷ്കാരമായിട്ടേ അന്നവിടെ എല്ലാവരും കരുതിയിരുന്നുള്ളൂ. ഞാനന്ന് രഹസ്യമായി കരഞ്ഞത് ആരും അറിഞ്ഞില്ല. എൻ്റെ മകൻ തുടങ്ങിയാലും നിന്റെ നമ്പൂതിരി തുടർന്നാലും അതിൻ്റെ ശിക്ഷ സോമപാൽ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? നിരപരാധിയായ കുട്ടിയാത്. അത്ര നിരപരാധിയായി എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ണിമായ മുഖം വെട്ടിത്തിരിച്ചു. നങ്ങേമ സ്തബ്ധയായി. അവർ മൂക്കിൽ വിരൽ ചേർത്തു. അപ്പോ നീയും കൂടി ചേർന്ന ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത് അല്ലേ? ഞാൻ എന്ത് പറഞ്ഞുണ്ടാക്കിയെന്നാ അറിയില്ലേ? സോമയുടെ ഹരിയുടെ അടുത്ത് നിന്റെ നമ്പൂതിരി എന്തൊക്കെയോ തോന്നിയാസങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കണം. നിന്റെ കുട്ടിയാ അതിൻ്റെ ശിക്ഷ ഏറ്റത്. നോക്ക്, ഈ നിമിഷം ഇറങ്ങിക്കോണം നീ നിന്റെ നമ്പൂതിരി ഇവിടുന്ന്. നങ്ങേമയാ പറയണത്. ഉണ്ണിമായയുടെ നേർക്ക് നങ്ങേമ കൈ ചൂണ്ടി. വെള്ളം അകത്തിയെന്നാൽ എന്താ പറയുക, എന്ത് പ്രവർത്തിക്കുകയെന്നൊന്നും നിശ്ചയില്ല ദത്തേട്ടന്. സോമയാണ് എന്നേക്കാൾ സുന്ദരിയെന്ന് കുഞ്ഞൂട്ടൻ്റെ വേളിക്ക് പുറപ്പെടാൻ നേരം എല്ലാവരും കേൾക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ വയസ്സായിന്ന് അരിഷ്ടത്തിൻ്റെ പുറത്താ അന്നും പറഞ്ഞത്. ആരും കാണാതെ ഞാനന്ന് കരഞ്ഞു. മറ്റാരും അത് ശ്രദ്ധിച്ചില്ലല്ലോ. അണിഞ്ഞൊരുങ്ങി ഏട്ടത്തിയുടെ നമ്പൂതിരിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അവൾക്കും മടി തോന്നിയിട്ടില്ല. മുൻപൊരിക്കൽ ഗന്ധർവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ദത്തേട്ടനോടൊപ്പം അവൾ നടന്നു വരണത് കണ്ടു. എന്തൊക്കെയോ അവളോട് പറയണമുണ്ടായിരുന്നു അദ്ദേഹം. എന്തേടി ഏട്ട പറഞ്ഞതെന്ന് ഞാൻ തിരക്കിയിട്ട് ഒരക്ഷരം മിണ്ടിയില്ല അവൾ. നിന്റെ മനസ്സ് വേദനിക്കണ്ടെന്ന് കരുതി മനഃപൂർവ്വം മിണ്ടാതിരുന്നതാവും അവൾ, നങ്ങേമ്മ പറഞ്ഞു. ഇപ്പോ അവളുടെ മനസ്സ് വേദനിക്കണുണ്ടല്ലോ? ഉണ്ണിമായ ചോദിച്ചു. അതറിഞ്ഞാൽ മതി എനിക്ക്. ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും, അത്രേ ഉള്ളൂ. അത്രയല്ല, നങ്ങേമ്മ പറഞ്ഞു. എൻ്റെ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കാനായി നിന്റെ നമ്പൂതിരി ഇനി ഈ ഇല്ലത്ത് നിൽക്കാൻ പാടില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. സോമേ അമ്മ എൻ്റെ കുട്ടി എന്ന് പറയണു. അപ്പം ഞാൻ അമ്മയുടെ കുട്ടിയല്ലേ? നീ കുട്ടിയല്ലല്ലോ. ഒന്നിനൊത്ത ഒരാൺകുട്ടിയില്ലേ നിനക്ക്? പ്രാരാബ്ദങ്ങൾ സഹിക്കാൻ വയ്യാത്തോണ്ട് ഹോസ്റ്റലിൽ ചേർത്തിരിക്കുകയല്ലേ സോമ. പക്ഷേ എൻ്റെ 5 മക്കളിലും ഏറ്റവും ഇളയവളാ. പെൺകൊട കഴിഞ്ഞ് ആണ്ടായിട്ടില്ല. എൻ്റെ നമ്പൂതിരി ഇവിടുന്ന് പോണതിലും ഭേദം സോമയും ഹരിഗോവിന്ദനും ഹരിയുടെ ഇല്ലത്തേക്ക് മടങ്ങണതല്ലേ. ഞാൻ പറഞ്ഞല്ലോ, സോമയുടെ പെൺകൊട കഴിഞ്ഞിട്ട് ആണ്ട് തികഞ്ഞിട്ടില്ല. അവരെ പറഞ്ഞയക്കണതിലും ഭേദം നിങ്ങൾ പോണതാ. എന്തേ ഇവിടെ ഒരു വാഗ്വാദം? രാവിലെ ചാരുദത്തിന് ഇറങ്ങി വന്നു. അയാളുടെ മുഖത്തെ ഫലിതഭാവം കണ്ടതും നങ്ങേമ്മയ്ക്ക് കോപം അടക്കാൻ കഴിയാതായി. വാഗ്വാദമല്ല, ഒരു തീരുമാനം പറയുക. ഈ ഇല്ലത്തിന് നിങ്ങൾക്ക് സ്ഥാനമില്ല. നിന്റെ കുട്ടിയുടെ ജീവിതം തകർക്കാതെ ഇന്ന് തന്നെ ഇവിടുന്ന് ഒഴിഞ്ഞു തരണം. ചാരുദത്ത് അമ്പരപ്പിൽ ചുറ്റും കണ്ണോടിച്ചു. കൂട്ടത്തിൽ ഉണ്ണിമായെ ഒന്ന് നോക്കി. പിന്നെ നങ്ങേമ്മയോട് ചോദിച്ചു, അത് അമ്മയാണോ പറയേണ്ടത്? അതെ, ഞാൻ തന്നെയാ. നങ്ങേമ്മയ്ക്ക് ഒരു പതർച്ച ഉണ്ടായില്ല. എനിക്ക് വലുത് എൻ്റെ കുട്ടികളുടെ സുരക്ഷിതത്വവും സമാധാനവും നല്ല ജീവിതവുമാണ്. അത് തകർക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഇന്നത്തെ നിലയ്ക്ക് ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്ക് തന്നെയാ. നങ്ങേമ്മ ഉറച്ചു നിന്നതോടെ ചാരുദത്തിന് നേരിയൊരു പതർച്ച പ്രകടമായി. ഒച്ചയും തർക്കവും കേട്ട് നരഹരിയും ലതയും കൂടി രംഗത്തേക്ക് വരികയും ചെയ്തു. എന്താ അമ്മേ കാര്യം? നരഹരി ചോദിച്ചു. ഒന്നും ഒളിക്കാതെ നങ്ങേമ്മ കുറഞ്ഞ വാചകങ്ങളിൽ സംഭവങ്ങൾ വ്യക്തമാക്കി. എൻ്റെ മകളുടെ ഗർഭത്തിൽ വളരുന്ന കുട്ടിയുടെ പിതൃത്വം പോലും ഇപ്പം തർക്ക വിഷയമായിരിക്കണു. നിന്റെ അനിയത്തിയാണല്ലോ അവൾ. അവളുടെ ജീവിതം നശിച്ചു പോയിക്കോട്ടെ എന്നാണോ ഹരി നിന്റെയും നിശ്ചയം? ഹരി തിരിഞ്ഞ് ചാരുദത്തിനെ നോക്കി. സഹോദരിയുടെ പുരുഷൻ എന്നതിലുപരി നല്ല ചങ്ങാതിയുമാണ് ദത്തൻ.
മദ്യത്തിൻ്റെയും നേരം പോക്കുകളുടെയും ബന്ധമാണത്. പരസ്പരം പറയാത്തതായി ഒന്നുമില്ല. ഹരിയുടെ എന്ത് കാര്യത്തിനും ദത്തനുമുണ്ട്. തിരിച്ചും പത്നിമാരായ ലതയും ഉണ്ണിയും തങ്ങളിലും അതേ സൗഹൃദമാണ്. എങ്കിലും സോമബാല നരഹരിയുടെ ദൗർബല്യമാണ്. നങ്ങേമയുടെ മക്കളിൽ ഏറ്റവും മൂത്തയാൾ നരഹരിയാണെങ്കിൽ ഏറ്റവും ഇളയവളാണ് സോമ. എല്ലാവരുടെ ഓമന. അവളെ ആരും തൊട്ട് കളിക്കാൻ നരഹരി സമ്മതിക്കില്ല. അത് ചാരുദത്തനും അറിയാം. അതുകൊണ്ട് നരഹരിയുടെ നോട്ടം അയാളിൽ ഒരു തളർച്ചയുണ്ടാക്കി. അതേ, ചാരുദത്തൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് കൊണ്ടോ സോമബാലയ്ക്ക് എന്തെങ്കിലും കുറ്റമുണ്ടായതുകൊണ്ടോ അല്ല ഹരിഗോവിന്ദൻ ഇങ്ങനെയൊക്കെ പറയണത്. പിന്നെ നരഹരി ചാരുദത്തൻ്റെ നേർക്ക് അടുത്തു. കള്ളം കൊണ്ട് വേലി കെട്ടാൻ നോക്കണ്ട. താനെൻ്റെ ചങ്ങാതിയാ. നമ്മൾ തമ്മിലില്ലാത്ത ഇടപാടുകളും ഇല്ല. ഒക്കെ ശരിയാ. പക്ഷേ നിന്റെ സോമയുടെ കാര്യം വരുമ്പോൾ ആരും എനിക്ക് ആരുമല്ല. സോമബാല എനിക്ക് അനിയത്തിക്കുട്ടിയല്ല, അവൾ എൻ്റെ മകളാ. ചാരുദത്തൻ്റെ ജുബ്ബയുടെ കോളറിൽ പിടിച്ചു നരഹരി. വെള്ളത്തിൻ്റെ പുറത്തായാലും എൻ്റെ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കണ വല്ല വാചകവും തൻ്റെ നാവിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ. ഇല്ല ഹരിയേട്ടാ, ചാരുദത്തൻ വിക്കി. ഇല്ലാന്നേ. ഞാൻ വാചകം പൂർത്തിയാക്കട്ടടോ, നരഹരി പറഞ്ഞു. എൻ്റെ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കണ വല്ലതും തൻ്റെ നാവിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ ഹരിഗോവിന്ദൻ്റെ കാല് പിടിച്ച് താനത് തിരുത്തി പറയണം. മാത്രമല്ല, ഇനി ഇങ്ങനൊരു രംഗം ഉണ്ടാവാതിരിക്കാനായി താൻ ഇവിടെ നിൽക്കാനും പാടില്ല. പൊയ്ക്കോണം ഈ ഇല്ലത്തൊന്നും. എന്ത് വേണാച്ചാ ആവാം, ചാരുദത്തൻ തല കുലുക്കി. പക്ഷേ നിക്ക് പറയാനുള്ളതോടെ കേൾക്കുക. പറയേ, നരഹരി ചാരുദത്തനെ പിടിച്ചുലച്ച്. എന്താച്ചാ പറഞ്ഞു തൊലക്കി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് കൊണ്ടോ സോമ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടോ അല്ല ഹരി അവളെ തള്ളി പറയണത്. ഹരിക്ക് സോമയെ വേണ്ടാഞ്ഞിട്ടാ. നരഹരി സ്തബ്ധയായി. നങ്ങേമയുടെ പിന്നിൽ നിന്നിരുന്ന താമരയുടെ ഉള്ളു നടുങ്ങി. എൻ്റെ സോമയെ അവന് വേണ്ടേ? നരഹരി ചോദിച്ചു. പിന്നെന്തിനാ അവൻ അവളെ വേട്ടത്? അതാണ് കഥ. അർത്ഥഗർഭമായി തല കുലുക്കിക്കൊണ്ട് ചാരുദത്തൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. തെക്കേക്കെട്ടിൽ വെച്ച് വെള്ളത്തിന്റെ ലഹരിയിൽ വെളിവ് കെട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ. സോമബാലയെ വേണച്ചിട്ടല്ല അവൻ അവളെ വേട്ടത്, താമരയെ വേണച്ചിട്ടാ. താമരയ്ക്ക് തല ചുറ്റണതുപോലെ തോന്നി. നരഹരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. നങ്ങേമയുടെ ഓർമ്മയിൽ മച്ചകത്ത് വെച്ചു മങ്ങിയ വെട്ടത്തിൽ താമരയോടൊപ്പം ഹരിഗോവിന്ദനെ കണ്ട രംഗം തെളിഞ്ഞു. അപ്പോഴേക്കും അമ്മയെയും താമരയും തേടി സോമബാല അവിടേക്കെത്തി. കുഞ്ഞൂട്ടം വീൾക്കും മുമ്പേ താമരയെ അവൻ മോഹിച്ചിരുന്നതാ, ചാരുദത്തൻ പറഞ്ഞു. താമരയെ കാണാൻ വേണ്ടിയാ അവൻ നമ്മുടെ സോമയെ ചതിച്ചതാവൻ. ആദ്യം എന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. അതുകൊണ്ടാ വെള്ളം പകർന്നു കൊടുത്ത് എല്ലാം ഞാൻ ആ തെണ്ടിയുടെ അടുത്തുനിന്ന് ചോർത്തിയത്. ഞെട്ടിപ്പോയി സോമ. നങ്ങേമ തിരിഞ്ഞ് താമരയെ നോക്കി. നേരാണോ കേട്ടത്? നേരാണോ? സീതാദേവിയെ പോലെ ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്യാൻ താമര മോഹിച്ചു. പക്ഷേ അനക്കമറ്റ് നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ഇനി പറയ്, ചാരുദത്തൻ ചിരിച്ചു. ഞാനാണോ ഈ ഇല്ലത്തുനിന്ന് പോണ്ടത്, അതോ ഹരിഗോവിന്ദനോ, അതോ വേറെ വല്ലവരുമോ? അയാളുടെ കണ്ണുകൾ താമരയിലായിരുന്നു. ഒരു പൂവിൻ്റെ മോഹം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.